Dr. Noble Gracious. I welcome you, sir, to our show. Thank you. ഇപ്പോൾ സാറ് പറഞ്ഞ ഇപ്പോൾ വിത്തിൻ 36 to 48 hours ഒരു പേഷ്യൻറ്റ് ബ്രെയിൻ ഡെത്ത് യു ക്യാൻ പ്രൊലോങ്. Which are the main organs or what all organs can be transplanted? മൾട്ടിപ്പിൾ ലൈഫ്സ് ആണ്. ഇപ്പം നമ്മൾ ഈ ഡൊണേറ്റ് ഓർഗൻസിനേക്കാളും ഡൊണേഷൻ ഓഫ് ലൈഫ്. ഞാൻ എപ്പോഴും പറഞ്ഞ ഡൊണേറ്റിംഗ് ലൈഫ് ടു എ പേഴ്സൺ അല്ല, ലൈഫ് ടു എ ഫാമിലി ആൻഡ് ലൈഫ് ടു എ ജനറേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ ഇമ്പാക്ട് ഓഫ് എൻഡ് സ്റ്റേജ് ഓർഗൻ, സ്ഥായിയായ അവയവ സ്തംഭന അവസ്ഥയുള്ള ഒരു രോഗിയുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു റീബർത്ത് ആണ് നമ്മൾ ഓർഗൻ. കുടുംബത്തിന്, വ്യക്തിക്കല്ല, കുടുംബത്തിനും അതിന്റെ അടുത്ത ജനറേഷനും കൊടുക്കുന്ന റീബർത്താണ്. അതാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിക്കുന്നു, അതോടുകൂടി തീർന്നു, ലൈഫും തീർന്നു, എൻഡ് ഓഫ് ഇറ്റ്. പക്ഷെ ഇഫ് യു ടേക്ക് എ വൈസ് ഡെസിഷൻ, ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. സോ യു ആർ ഗിവിംഗ് ലൈഫ് ടു അറൌണ്ട് 6 to 10 families ആൻഡ് one more generation of that same family. അതാണ് അതിന്റെ ഇമ്പാക്ട്. ഹലോ എവ്രി വൺ, വെൽക്കം ടു മെഡ് വെഞ്ചേഴ്സ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി പേഴ്സണൽ എപ്പിസോഡാണ്. ഇന്നത്തെ ടോപ്പിക് ഈസ് അബൌട്ട് ഓർഗൻ ഡൊണേഷൻ. Organ donation is something life-changing and something really important for our society. And today we have our guest, Dr. Noble Gracious, who is a nephrologist and also the executive director of the Kerala State Organ and Tissue Transplantation Society. I welcome you, sir, to our show. Thank you. Sir, first of all, എനിക്ക് അറിയേണ്ടത്, സാറുടെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ സാറുടെ പേര് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. സാറുടെ ഫാദറിനോ പേരൻസിനോ ആദ്യമേ അറിയായിരുന്നോ സാർ ഈ ഒരു നോബിൾ പ്രൊഫഷൻ ചേരുന്നു? ഒരു ആക്സിഡന്റൽ ആയിരുന്നു. ആക്ച്വലി അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു കസിൻ സജസ്റ്റ് ചെയ്ത പേരാണ്. ആക്ച്വലി ഒരു കസിൻ നോബിൾ എന്ന് പറഞ്ഞു, വേറൊരു കസിൻ ഗ്രേഷ്യസ് എന്ന് പറഞ്ഞു. രണ്ടാളും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. ഫാദർ രണ്ടുപേരുടെയും ഇരിക്കട്ടെ, അങ്ങനെയാണ് നോബിൾ. എല്ലാവരും വിചാരിക്കുന്ന എന്റെ സർനെയിം ആണ് ഗ്രേഷ്യസ്, ആക്ച്വലി അല്ല. ബോത്ത് ഇസ് മൈ നെയിം. മൈ ഫാദേഴ്സ് നെയിം ഇസ് സണ്ണി. ഓക്കെ, അപ്പോൾ അങ്ങനെയാ അതിന്റെ. So finally parents happy that you took up this noble profession, or how did you come to medicine? My sister, elder sister, around 6 years elder to me, she was the first doctor in our family. Okay. And she was very studious also. And she guided me through, and I didn't have any other actual option. Okay. Even in my pre-degree days, I didn't take maths. She said, you take only biology and you have to become a doctor. So I just got first chance, then I got an entrance. ഇപ്പോൾ സാർ ആ ഒരു ജേർണിയിൽ സാർ ഒരു നെഫ്രോളജിസ്റ്റായി എപ്പോഴാണ് ഈ ഒരു ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഇറ്റ്? ഞാൻ initially I did my MD from Madras Medical College, and my thesis was acute kidney injury. Nice. From there onwards, I thought renal failure was a big problem in the community, and many people who suffer from വൃക്കസ്തംഭനാവസ്ഥ വന്നാൽ അവർക്കൊരു എൻഡ് ഓഫ് ദ റോഡാണ്. there is no other option. ട്രാൻസ്പ്ലാന്റ് വേണം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഡയാലിസിസ് വേണം. ഈ തുടർച്ചയായിട്ട് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏകദേശം ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് 12 ഡയാലിസിസ്. 12 ഡയാലിസിന് 25,000 മുതൽ 30,000 രൂപ ഒരു ആവറേജ് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസസ്. കൂടെ ഒരാൾ പോകണം, അയാൾ 4 മണിക്കൂർ ആശുപത്രി വെയിറ്റ് ചെയ്യണം, ഇയാൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ വരും. ഇപ്പൊ 3 ദിവസം അയാളുടെ ജോലിയും പോകും. അയാൾക്ക് ഇപ്പൊ ഒരു ഓഫീസും നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വന്നാമെന്ന് പറയത്തില്ല. 5 ദിവസം വർക്കിംഗ് ഡേയില് 3 days somebody is going for dialysis സമ്മതിക്കില്ല. അപ്പോൾ വേറൊരാളുടെ കൂടെ ജോലി പോകും. വേറൊരാളുടെ ജോലി പോകുമ്പോൾ അടുത്ത് സംഭവിക്കാൻ വേണ്ടി എന്താ, ഈ മെയിൻ ഇൻകം ഏണർ ആണ് ഈ ഡയാലിസിസ് രോഗിയാണെങ്കിൽ അയാളുടെ ജോലിയില്ല. അയാളുടെ കൂടെയുള്ള ഇപ്പോൾ വൈഫാണ് ഒരു പാർട്ട് ടൈം ജോലി, അയാളുടെയും ജോലി പോയി. അപ്പോഴുള്ള സംഭവിക്കുന്നത് എന്താ, അവരുടെ വീട്ടില് കുട്ടികൾ സ്കൂളിലാണെങ്കിൽ പഠിത്തം നിർത്തും, ഫീസ് അടയ്ക്കാൻ പറ്റില്ല. കാരണം ജോലിയില്ലാതെ ഫീസ് അടയ്ക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു വൃക്കസ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്ഥായിയായ ഏത് രോഗത്തിന്റെ അവസ്ഥ വന്നാലും ഒരു ജനറേഷൻ നഷ്ടപ്പെടും. നമുക്ക് ഒരു ഇൻഡിവിജ്വൽ അല്ല, നമ്മൾ ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ആയിരിക്കും നമ്മുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകണം.
ഇത് ആ വീട്ടിലെ ഫാമിലിയിലെ കുട്ടികൾ പഠനം നഷ്ടപ്പെട്ടാലും അതിന്റെ അടുത്ത ജനറേഷൻ ഓൾസോ ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. അയാൾക്ക് ജോലിയില്ലെങ്കിൽ ഇനി അയാളുടെ മക്കളും ഓൾമോസ്റ്റ് ഇതുപോലെ ആയിരിക്കും. അയാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ചിലപ്പോൾ 2-3 ജനറേഷൻ എഫക്റ്റ്. ഒരാളുടെ രോഗത്തിലായിരിക്കാം വന്നു. ഒരു കുടുംബത്തിൽ ഒരു വൃക്കസ്തംഭനാവസ്ഥയുള്ള ഒരാൾ വന്നാൽ 2 തലമുറ ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് അനുഭവിക്കേണ്ടി വരും നമ്മുടെ സൊസൈറ്റിയിൽ. നമുക്ക് ഒരു ആരോഗ്യ രംഗത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം നന്നായിട്ടില്ലാത്തത് കൊണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇപ്പൊ യൂറോപ്പിലെ NHS നാഷണൽ ഹെൽത്ത് സർവീസിലെ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ മോഡലുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഇസ് ടേക്കിംഗ് കെയർ ഓഫ് എവറിത്തിങ് ഒരു ഡയാലിസിസ് പേഷ്യന്റിന്റെ കാര്യത്തിൽ. ഇവിടെ അങ്ങനെ സിസ്റ്റം ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ വേ. ഈ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറം നമുക്കൊന്നും കിട്ടത്തില്ല. ഈ ഡയാലിസിസ് രോഗികളുടെ പ്രശ്നം വെച്ചാൽ അവർ ഒരു അഡ്മിഷൻ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ഡയാലിസിസ് അൺഇവന്റ്ഫുൾ ഇവന്റ് അല്ല. ഓരോ പ്രാവശ്യം ഡയാലിസിസ് ഓരോ ചലഞ്ചസ് വരും. അപ്പൊ പെട്ടെന്ന് ഒരു ICU അഡ്മിഷൻ വന്നാൽ അടുത്തൊരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ എക്സ്ട്രാ ആവും. അത് കടം വാങ്ങിച്ചായിരിക്കും. അപ്പൊ ഉള്ള പ്രോപ്പർട്ടി ചിലപ്പോൾ വിൽക്കായിരിക്കും. ഒരു ഓട്ടോ ഡ്രൈവറാണ് ചിലപ്പോൾ അയാളുടെ ഓട്ടോ വിൽക്കും. അതുകൊണ്ട് പിന്നെയും അയാൾ കടക്കണിയിലാകാം. ചില ആൾക്കാർ എനിക്കറിയാവുന്ന പലരും ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവരാണ്. ഡയാലിസിന് ഓട്ടോയിൽ വന്ന്. പക്ഷെ അയാൾ ഇതുപോലെ ഒരു 1-2 അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അയാളെ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതും നഷ്ടപ്പെടുകയാണ്. ഫൈനാൻഷ്യലി ഡ്രെയിൻഡ് ആവും. ഫൈനാൻഷ്യലി നമ്മൾ കാറ്റാസ്ട്രോഫിക് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ എന്ന് WHO ഒക്കെ പറയുന്നത്. അതൊരു ഭീകരാവസ്ഥയാണ്. നോബഡി കൻ ഹെൽപ്പ് ഓൾസോ. ഇപ്പൊ നമുക്ക് ഒരാളെ 2 ഡയാലിസിസ് സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ 3 ഡയാലിസിസ് സഹായിക്കാൻ പറ്റും. മോർ ദാൻ ദാറ്റ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സൊസൈറ്റിക്കും ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബേർഡൻ ആകെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒരാളുടെ ജീവനെ മാറ്റുകയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ബിക്കമിങ് നോർമൽ. സാധാരണ ഒരാൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാവിധി. അപ്പൊ ഞാൻ 2008-2011 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നെഫ്രോളജി. അപ്പൊ എന്റെ ബോസ് രാംദാസ് പിഷാരടി സാറ് ട്രാൻസ്പ്ലാന്റിൽ ഭയങ്കര ഫോക്കസ് ഉള്ള സാറാണ്. പക്ഷെ അപ്പോഴും കേരളത്തിൽ ആകെ കൂടെ 2-3 മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ഒരു ട്രാൻസ്പ്ലാന്റ് 2 ട്രാൻസ്പ്ലാന്റ്. പിന്നെ ഒരു 3-4 ആശുപത്രിയിൽ കുറച്ച് ആക്ടിവിറ്റി. ഇപ്പൊ എറണാകുളത്തുള്ള ആശുപത്രി. പക്ഷെ ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ലക്ഷം രൂപ 10-15 വർഷം മുമ്പ് തന്നെ. സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു ചികിത്സാവിധിയാണ്. ഞാൻ ചെന്നൈയിലെ ഒരു പ്രാവശ്യം ഒരു വർക്ക്ഷോപ്പിന് പോയപ്പോൾ അവിടെ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തെ കുറിച്ചൊരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പൊ ഞാൻ സാറിന് സൂചിപ്പിച്ചു നമുക്ക് എന്താ ഇവിടെ തുടങ്ങിയാലുള്ള പ്രോബ്ലം. അപ്പൊ അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി രാജീവ് സാറായിരുന്നു. സാറ് ഭയങ്കര പ്രോ ആയിരുന്നു. അപ്പൊ സാറിന്റെ അടുത്ത് രാംദാസ് പിഷാരടി സാർ സംസാരിച്ചു, വിൽ ഓൾസോ സ്റ്റാർട്ട്. അപ്പോൾ യു മേക്ക് സം ഗൈഡ് ലൈൻസ് എന്ന്. അങ്ങനെയാണ് ആദ്യത്തെ 2010 കുറച്ച് ഗൈഡ് ലൈനുകൾ ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ഒക്കെ ഗൈഡ് ലൈൻ കിട്ടും. പക്ഷെ ആ എല്ലാ ഗൈഡ് ലൈനിലും മിക്കവാറും ഞാൻ തന്നെയാണ് അതിന്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ സാർ അത് ഗവൺമെന്റിന്റെ അടുത്ത് അപ്രൂവൽ വാങ്ങിച്ചു. പക്ഷെ എന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു രാത്രി 11 o'clock എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് രാത്രി വിളിക്കുക, സാറേ ഇവിടെ ഒരു മസ്തിഷ്കം വന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂറോ സർജൻ പറയുന്നത് ബ്രെയിൻ ഡെഡ് ആണ്. ബന്ധുക്കൾക്ക് ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട് ഡൊണേഷൻ. നമ്മളാരും പറഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ അവര് ന്യൂറോ സർജൻ്റെ അടുത്ത് പറയുക, അപ്പൊ ഞങ്ങൾക്ക് ഈ ഓർഡേഴ്സ് ഒക്കെ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് അതിന്റെ ഇതുവരെ ചെയ്തിട്ടില്ല, പ്രക്രിയ ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാനും ആ PGയും കൂടെ പോയി അവരെ കണ്ടു. പേഷ്യന്റിനെ കണ്ട് വെളിയിറങ്ങിയപ്പോ മകനെ കണ്ടു. മകൻ പറഞ്ഞു, സാറേ എൻ്റെ അമ്മ മസ്തിഷ്കമരണം സംഭവിച്ചെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്ക് അമ്മയുടെ അവയവങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിത് എങ്ങനെയാ കേട്ടത് ഇതിനെ കുറിച്ച്? അല്ല, എനിക്കിങ്ങനെ ഞാൻ പത്രങ്ങളിലും രക്തദാനത്തിനെ പറ്റി വായിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വോളണ്ടിയർ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഞങ്ങളുടെ സാറിനെ വിളിക്കുക, സാറേ ഇങ്ങനെ അവർ പറയും, നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ്? അപ്പൊ 4 പേരടങ്ങുന്ന ടീമാണ് നമുക്ക് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത്. അത് 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം ചെയ്യണം. അപ്പൊ രാത്രി 11 മണിക്കാണ് ഈ സംഭവിക്കുന്നത്. അപ്പൊ രാത്രി 11 മണിക്ക് ഈ 4 പേരടങ്ങുന്ന ടീമിൽ 2 ന്യൂറോളജിസ്റ്റ് വേണം, മെഡിക്കൽ സൂപ്രണ്ടന്റ് വേണം, ഈ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ വേണം. ഇതാണ് നിയമാനുശാസിക്കുന്ന 4 പേരുടെ സംഘം. അപ്പൊ ഞാൻ സാറിനെ വിളിക്കും, സാർ ഇത് എങ്ങനെ നമുക്ക് ഈ 4 പേര് ഈ രാത്രി? അപ്പൊ യു ഹാങ് ഓൺ, ഞാൻ എങ്ങനെയെങ്കിലും നോക്കാന്ന് പറഞ്ഞാൽ ഹി കോൾഡ് അപ്പ് സെക്രട്ടറി ഹെൽത്ത് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിളിച്ച് ഇങ്ങനെയാണ് സംഭവം. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ന്യൂറോ സർജൻ ഉണ്ട് ചിത്രയില്, ഐ കോൾഡ് ഹിം ഡയറക്ട്ലി. അവൻ പറഞ്ഞു അവൻ വരാമെന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് ടൈം സർട്ടിഫൈങ് വന്നു. ഞങ്ങൾ സർട്ടിഫൈ തുടങ്ങുന്ന സമയത്ത് പേഷ്യന്റ് കാർഡിയക് അറസ്റ്റ് ആയി. അപ്പോൾ കാർഡിയക് അറസ്റ്റ് ആയാൽ ആക്ച്വലി സർട്ടിഫൈ നമുക്ക് പിന്നെ അങ്ങോട്ട് പ്രോസസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആക്ച്വലി ഈസ് വർക്കിംഗ് ഇൻ ആസ്റ്റർ BB എന്ന പേര്, നെഫ്രോളജിസ്റ്റ്. ഹി സ്റ്റാർട്ട് റിസസിറ്റേറ്റിംഗ് ഹിം.
റെസിസ്റ്റേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. പിന്നെയും ഹാർട്ട് ബീറ്റ് വന്നു, ബ്ലൈൻഡഡ് ആണ്. അപ്പൊ ഞങ്ങൾ വെളിയിറങ്ങി ആ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ പറയാ, ഇനി നമുക്ക് ചിലപ്പോൾ ഓർഗനൈസ് നടക്കത്തില്ല, അമ്മ ചിലപ്പോൾ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ ഓർഗൻ എടുക്കാൻ പറ്റും. പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി പറഞ്ഞാൽ ഇല്ല സാറേ, അത് ഞങ്ങൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. Then we worked up, it came out. എന്നിട്ട് ഞങ്ങൾ അതിന്റെ വേറൊരു സന്തോഷാവസ്ഥ എന്ന് വെച്ചാൽ നമുക്കപ്പോൾ ലിസ്റ്റുകളൊന്നുമില്ല, അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഇല്ല. വെയിറ്റിംഗ് ലിസ്റ്റ് ഞാൻ സാറിനോട് സാറേ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മൾ എങ്ങനെ ആളെ വിളിക്കും? അപ്പൊ പുള്ളി പറഞ്ഞ എൻ്റെ അടുത്ത്, ആരെങ്കിലും യു ഫീൽ വെരി ജെന്യുവിൻലി നീഡഡ് ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ മരിച്ചു എന്ന അവസ്ഥയുള്ള ഏതെങ്കിലും നമ്മുടെ നമുക്ക് അറിയാവുന്ന ഓർമ്മയിലുണ്ടെങ്കിൽ വിളിക്കാമെന്ന്. ഞാനൊരു 10 വയസ്സായ ഒരു പയ്യനെ വിളിച്ചു. 10 വയസ്സ്. ഹി ഗോട്ട് ദ ഫസ്റ്റ് കിഡ്നി. ഹി ഈസ് സ്റ്റിൽ നൗ ലിവിങ് 24 years ആയി. ഐ ഷെയർ ദ ഫോട്ടോഗ്രാഫ് വിത്ത് യു. അപ്പൊ ഇതായിരുന്നു സംഭവിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഇത് എങ്ങനെ ഈ ഓർഗൻ എടുക്കുക, ഓർഗനത്തെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് മറ്റേ സ്വീകർത്താവിന് വെക്കണം. ഈ പ്രക്രിയയൊക്കെ നമുക്ക് നെയ്യുമാണ്. ആക്ച്വലി അറൌണ്ട് 2000 എറണാകുളത്ത് ഒരു ഫോർട്ട് എന്ന ഓർഗനൈസേഷൻ ദേ ഹാവ് ഡൺ 3 or 4 ഡൊണേഷൻസ്, ഡിസീസ് ഡൊണേഷൻ. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല കേരളത്തിൽ, തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർഗൻ എടുക്കണം, ഓർഗൻ എടുക്കാനുള്ള പ്രക്രിയ. അപ്പോൾ നമ്മൾ ഈ രാത്രി തന്നെ 2 സർട്ടിഫിക്കേഷൻ ചെയ്തു. രാത്രി 11 മണിക്ക് ഡോക്ടർ വന്നു, രണ്ടാമത് രാവിലെ 6 മണിക്ക് ചെയ്തു. ദെൻ വാട്ട് ഹാപ്പൻ ഇസ് തിയേറ്ററിൽ പോയി, കാർഡിയോതൊറാസിക് തിയേറ്ററിൽ പോയി ചോദിച്ചു ഇങ്ങനെ നമുക്ക് ഓർഗൻ റിട്രീവ്. അപ്പോൾ കാർഡിയോതൊറാസിക് ഞങ്ങൾക്ക് അങ്ങനെ ഓർഗൻ റിട്രീവ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ബൈപ്പാസ് ചെയ്യുന്ന തിയേറ്ററാണ്. Again, I have to use my influence through my HOD, and he organized that retrieval. ഇപ്പൊ റിട്രീവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോൾഡ് പെർഫ്യൂഷൻ സൊല്യൂഷൻ ഉണ്ട്. അയോർട്ടയുടെ അകത്ത് നമ്മൾ ആ കാനുല കയറ്റി ബ്ലഡ് എല്ലാം ലെറ്റ് ഔട്ട് ചെയ്തിട്ട് ആ പെർഫ്യൂഷൻ സൊല്യൂഷൻ വെച്ചാണ്. വി ഡോണ്ട് ഹാവ് ദാറ്റ് പെർഫ്യൂഷൻ സൊല്യൂഷൻ. ഇപ്പൊ ഞാൻ ചെന്നൈയിലെ ഒരു സാറിനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഇതാണ് സിറ്റുവേഷൻ. He said you do with ringer lactate, don't bother. Anyway, you're not going to transport the organ. വേള കൊണ്ടുപോകണ്ട, മെഡിക്കൽ കോളേജിൽ തന്നെയല്ലേ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ്. നിങ്ങൾ റിങ്ങർ ലാക്ടേറ്റ് വെച്ച്, പക്ഷേ പെർഫ്യൂഷൻ കാനുല ഇല്ല. ഈ സെറ്റ് പ്രോസ്റ്റേറ്റിന്റെ ഇറിഗേഷൻ കാനുല വെച്ച് യൂസ് ചെയ്തോളാം. ദെൻ വി പുട്ട് പ്രോസ്റ്റേറ്റ് ഇറിഗേഷൻ കാനുല. അന്ന് ഞങ്ങൾക്ക് ലിവർ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വി ആർ നോട്ട് യൂസിങ് ലിവർ. 2 കിഡ്നി എടുക്കാന്നുള്ള തീരുമാനത്തിലായി. അത് പെർഫ്യൂസ് ചെയ്ത് ദെൻ എടുക്കുമ്പോൾ യൂഷ്വലി വി ഹാവ് എൻ ഓർഗൻ ബാഗ്. 3 bags വെച്ചുള്ള പാക്കറ്റിലാണ് ഓർഗൻ എടുക്കുന്നത്. ഓർഗൻ എടുത്ത് വെച്ച് ഈ പെർഫ്യൂഷൻ സൊല്യൂഷൻ വെച്ച് ചുറ്റും ഐസ് വെച്ച് അടുത്ത ബാഗ് വെച്ച് അവിടെയും ഐസ് വെച്ച് 3ാമത്തെ ബാഗ് ടൈ ചെയ്യുക. അപ്പൊ ഓർഗന് ഒരിക്കലും ഐസ് കോണ്ടാക്ട് പാടില്ല. വി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ്. ഓർഗൻ ബാഗ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആൻഡ് വി ജസ്റ്റ് അപ്പോൾ ഞാൻ പിന്നെയും ഡോക്ടറെ വിളിക്കാണ് ചെന്നൈയില്. He said, take it in a steel basin, surgical basin ഉണ്ടല്ലോ നമ്മൾ വയ്ക്കുന്നത്. Put ice over it, put gauze piece over it, or sterile cloth. You put the kidney, you run to your theater and start doing. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ റെസിപ്പിന്റെ അപ്പം റെഡി ആയിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വീകർത്താവിനെ ഞങ്ങൾ വിളിച്ചു. ഞാൻ സാറ് പറഞ്ഞ 2-3 പേരെ വിളിച്ചു. അപ്പോൾ അവരെ ഡയാലിസിസ് ചെയ്ത് ഫിറ്റ് ആക്കണം. പിന്നെ ക്രോസ് മാച്ചിങ് ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് ഈ സ്വീകർത്താവിന്റെയും ദാതാവിന്റെയും അവയവങ്ങൾ ചേരുമോ എന്നുള്ള ടെസ്റ്റ്. അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലില്ല, ഞങ്ങൾക്ക് അമൃതയിൽ വിടണം. ബ്ലഡ് എടുത്തിട്ട് ആംബുലൻസ് കയറ്റി അമൃതയ്ക്ക് വിട്ട് ആ റിസൾട്ട് വന്നാലേ ഈ പയ്യന് ചേർച്ച ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ചാൻസ് എടുത്തു, നമ്മൾ എന്തായാലും അവനെ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു. വി ഡിഡ് ഓൾ പ്രീ സർജിക്കൽ പ്രിപ്പറേഷൻസ്. അതിനുശേഷം അവനെ റെഡിയാക്കി 2 പേര് റെഡിയാക്കി. ആൻഡ് ക്രോസ് മാച്ച് വാസ് ലക്കിലി നെഗറ്റീവ്. പക്ഷെ ഈ ആ ചെറിയ പയ്യൻ ഓൾറെഡി അമ്മയുടെ കിഡ്നി റിസീവ് ചെയ്ത പയ്യൻ അമ്മയുടെ കിഡ്നി ഫെയിലായി. സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ്. അപ്പൊ യൂഷ്വലി സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ക്രോസ് മാച്ച് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഓൾറെഡി ഒരു സെൻസിറ്റൈസ്ഡ് ഒരു കിഡ്നി അവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിനെതിരെയുള്ള ആന്റിബോഡി ബോഡി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ വേറൊരാളുടെ കിഡ്നി വെച്ചാലും തിരസ്കരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് ലക്ലി കെയിം ആസ് ക്രോസ് മാച്ച് നെഗറ്റീവ്. നമ്മൾ അവിടുന്ന് കാർഡിയോതൊറാസിക് തിയേറ്ററിൽ നിന്ന് കിഡ്നി റിട്രീവ് ചെയ്ത് 2 പേഷ്യന്റിലാക്കി. അവിടെ മറ്റു തിയേറ്ററിൽ പേഷ്യന്റിനെ കിടത്തി അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് റിട്രീവ് ചെയ്തു. കൂടുതൽ സമയം നമുക്ക് വച്ചിരിക്കാനുള്ള മെക്കാനിസം ഒന്നുമില്ല. അതർവൈസ് കിഡ്നി ക്യാൻ വെയിറ്റ് ടിൽ 24 hours. ഇഫ് യു ക്യാൻ ഹാവ് ഓർഗൻ, നല്ലൊരു ഓർഗൻ ബാഗും പെർഫ്യൂഷൻ സൊല്യൂഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ 24 മണിക്കൂറോളം കിഡ്നി ഇരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ നമുക്ക് ഇതൊന്നുമില്ല, നമുക്ക് ഒന്നാമത്തെ കാര്യം അറിയുമില്ല.
അത് കൊണ്ടുപോയി വെച്ചു. ആൻഡ് ബോത്ത് ഓപ്പറേഷൻ സക്സസ്ഫുൾ. സെക്കൻഡ് ഡേ തന്നെ യൂറിൻ വന്നു. ദാറ്റ് വാസ് ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിരുന്നു. Right. ദെൻ സൂൺ ആഫ്റ്റർ ആക്ച്വലി നമ്മൾ 2012 അവസാനമാണ് ഇത് സംഭവിക്കുന്നത്. ഒരു 2015 വരെ എവറി ഇയർ വി ഹാഡ് അറൌണ്ട് 70 ഡൊണേഷൻസ്. ആൾക്കാർ ഇതങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പറയും. Right. ആൻഡ് ഞാൻ പറഞ്ഞ ഫാമിലി കൊല്ലത്തൊരു ഗ്രാമത്തിലുള്ള ഫാമിലിയാണ്. ആ ഗ്രാമം മുഴുവൻ, ആ പഞ്ചായത്ത് മുഴുവൻ ദാതാക്കളായി പ്ലഡ്ജ് ചെയ്തു ഒരു പബ്ലിക് ഫംഗ്ഷന്. അതെല്ലാം ഭയങ്കര ഒരു റിമാർക്കബിൾ ആണ്. ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ദ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ്. So that night of 2012, sorry, Yeah, 2012. No, yeah, 2012. 2012. Apo the process started at 11 p.m. 11 p.m. 11 p.m. How long did this procedure? Procedure, I mean, not the surgical procedure. That overnight you might have really Yeah, worked. the process took around 36 to 48. അതിനുശേഷം വേറെ പ്രോബ്ലം കൂടെ ഉണ്ട്. നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊടുക്കണം. ബിക്കോസ് ഇറ്റ്സ് എ മെഡിക്കൽ ലീഗൽ കേസ്, റോഡ് ആക്സിഡന്റ്. Right. സോ അതിനും ചലഞ്ചാണ്. ഈ പോലീസിന് ഈ ഓർഗൻ റിട്രീവ് ചെയ്ത ബോഡിയാണ് കിട്ടുന്നത്. അപ്പൊ ഫോറൻസിക് സർജൻ പറയും ഇതെന്താ ഓർഗൻ ഒന്നും ഇല്ലല്ലോ, ഞാൻ എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്? Right. അപ്പൊ വി ഹാവ് സർജിക്കൽ നോട്ട്സ്. ആ ഓർഗൻസിന്റെ എല്ലാം കണ്ടീഷൻസ് വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. മാഡം അത് ആക്സെപ്റ്റഡ്. Right. പക്ഷെ വേണമെങ്കിൽ അവർക്ക് ഒബ്ജക്ട് ചെയ്യാമായിരുന്നു. നമുക്ക് ഇങ്ങനെ കിട്ടി ഓർഗൻസ് ഓൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതി ക്ലോസ് ചെയ്യാം. Right. ആൻഡ് പോലീസ് ഓൾസോ ഇസ് നോട്ട് അവയർ. ഇത് എന്താണ് ഈ മസ്തിഷ്ക മരണം? ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്താ എഴുതേണ്ടത്? നിങ്ങൾ മസ്തിഷ്ക മരണം എന്ന് പറയുന്നു, നിങ്ങൾ ഓർഗൻ എടുക്കുന്നു, ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു വലിയ ഫ്യൂച്ചർ. അപ്പൊ ഹി ഹാസ് ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ്. ഫ്യൂച്ചർ ഉണ്ട്. Right. അപ്പൊ അത് എങ്ങനെയാണ് FIR പ്രതിഫലിച്ചെന്ന് എനിക്കറിയില്ല. എന്റെ ബാക്കി നിയമവശം ഐ തിങ്ക് ഇറ്റ് ഹാവ് എനി പ്രോബ്ലം. പക്ഷെ ഈ പോലീസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് എന്താണ് ബ്രെയിൻ ഡെഡ്, എങ്ങനെയാണ് സർട്ടിഫൈഡ്, ഏത് ആക്ട് പ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത്. Right. Then I have to teach them there is a Transplantation Human Organ Act എന്നുണ്ട്. ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തത്. Right. ഈ ആക്ടില് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ട 4 ഡോക്ടർമാരാണ്. അത് ഈ സർട്ടിഫിക്കറ്റ്. കാരണം ആൾക്ക് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് ബൈ 4 ഡോക്ടേഴ്സ് കണ്ടില്ല. കാരണം നമ്മൾക്കറിയാലോ, നമ്മള് Right. Right. ബോഡി സർട്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നു, ഹാർട്ട് നോക്കുന്നു, പീപ്പിൾസ് നോക്കുന്നു, നമ്മൾ ഒപ്പിടുന്ന ഇതാണ് ഡെത്ത് എന്ന് പറയുന്നു. ഇത് നോക്കുമ്പോൾ 4 ഡോക്ടർമാർ വന്ന് ഒപ്പിട്ടിരിക്കുന്നു. ട്രീറ്റ്മെന്റ് ഡോക്ടർ, സൂപ്രണ്ടന്റ്, ന്യൂറോളജിസ്റ്റ്, ന്യൂറോസർജൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഫോം നിങ്ങളുടെ റിപ്പോർട്ട്സിൽ അറ്റാച്ച് ചെയ്താൽ മതി. ദിസ് ഇസ് വാട്ട് ലോ പെർമിറ്റ്സ്. Right. ഇതുവരെയാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ ആ പ്രക്രിയയും. അപ്പൊ ഫോറൻസിക് സർജന് കൺഫ്യൂഷൻ, മെഡിക്കൽ ലീഗൽ പേഴ്സണ് കൺഫ്യൂഷൻ, ട്രീറ്റിംഗ് ഡോക്ടറിന് കൺഫ്യൂഷനായി. കാരണം ട്രീറ്റിംഗ് ഡോക്ടർ എന്ത് ചോദിക്കുക, അപ്പൊ ഇയാൾ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്തപ്പോൾ നമ്മളൊരു ഡെത്ത് ടൈം എഴുതി. പക്ഷെ ഹാർട്ട് ബീറ്റിംഗ് ആണ്. ഇപ്പൊ റിട്രീവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. ക്ലാമ്പ് ഇട്ട് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഏത് സമയം ഞാൻ എഴുതണ ഡെത്ത് നോട്ടില്ല. നമ്മുടെ മഞ്ഞ ഫോം നമ്മൾ എഴുതുമല്ലോ, ഫോം 2. Right. I told him, actually എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. I told him a person cannot die 2 times. You can die only 1 time. Right. You put it as death as brain death certification time. Right. പിന്നെ ഞങ്ങൾ ആക്ച്വലി 2020 ഞങ്ങൾ ഓർഡർ ഇറക്കിയത്, ജിയോ ഇറക്കിയത്. ഡെത്ത് ടൈം ഷുഡ് ബി കൺസിഡർഡ് ആസ് എ ബ്രെയിൻ ഡെത്ത് ടൈം. അതുവരെ നമുക്ക് എല്ലാവരും ചില ആൾക്കാർ ഈവൻ 2 ഡെത്ത് ടൈം എഴുതിയ ആൾക്കാർ വരെ ഉണ്ട്. ബ്രെയിൻ ഡെത്ത് സമയവും സർക്കുലേറ്ററി ഡെത്ത് സമയവും. Nice. അതും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസിന്റെ ഇടയിൽ. എങ്ങനെ ഒരാൾക്ക് 2 ഡെത്ത് ടൈം ഉണ്ടാകാം? ദാറ്റ് ക്ലാരിഫിക്കേഷൻ വാസ് വെരി ക്ലിയർലി സ്പെൽഡ് ഔട്ട് ഇൻ 2020. അപ്പൊ ഇതൊക്കെയായിരുന്നു ചലഞ്ചസ്. അപ്പൊ there was legal challenges, medical challenges. Then we started a website Okay. for registering പേഷ്യൻസ് ഫോർ വെയിറ്റിംഗ് ലിസ്റ്റ് വേണ്ടി. പക്ഷെ ആളുകൾക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ഒരു മടിയായിരുന്നു. അവർക്ക് അറിയത്തില്ല ഇങ്ങനെ എന്താണ് ഈ മസ്തിഷ്ക മരണാന്തര അവയവദാനം. എല്ലാവരും കേട്ടുള്ള ജീവിച്ചിരിക്കുന്ന അവയവദാനം മാത്രം. അതും സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ വളരെ പൈസ ഉള്ളവർക്ക് മാത്രം. പിന്നെ ഈ 2-3 ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾക്ക് അടുപ്പിച്ച് കുറച്ച് 2-3 ട്രാൻസ് നടന്നു. അതിനുശേഷം സാധാരണക്കാർക്കും പറ്റുന്ന ഒരു ചികിത്സാ പ്രക്രിയ ട്രാൻസ്പ്ലാന്റ്. അതായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ മാറ്റം വന്നത്. ആൾക്കാർ ട്രാൻസ്പ്ലാന്റിനെ വീക്ഷിക്കാൻ തുടങ്ങി. ഇത് സാധാരണക്കാർക്കും പറ്റുമല്ലോ. ഹെൽത്ത് കെയർ എപ്പോഴും ഇക്വിറ്റബിൾ ആകുമ്പോഴേ അതിനൊരു എന്താ പറയാ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സമൂഹത്തിൽ ഏറ്റവും ഉന്നത ശ്രേണി നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ചികിത്സ സാധാരണക്കാർക്ക് ഒരിക്കലും ഇത് കിട്ടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സാധ്യമല്ല എന്നുള്ള അത് ജസ്റ്റിഫയബിൾ അല്ല, അത് നീതീകരിക്കാൻ പറ്റുന്നതല്ല. അതായിരുന്നു എന്റെ ഡ്രൈവ്. സാധാരണക്കാർക്ക് അവയവമാറ്റി ശസ്ത്രക്രിയ നടക്കണം. അത് മെഡിക്കൽ കോളേജുകളിൽ നടക്കണം, പൈസ ഇല്ലാതെ നടക്കണം. പൈസ ഉള്ളവർ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോട്ടെ. പക്ഷെ റീനൽ ഫെയിലിയർ പൈസ നോക്കിയല്ലല്ലോ വരുന്നത്.
പാവങ്ങൾക്കും വരും, പൈസക്കാരനും വരും. പാവങ്ങൾക്ക് വൃക്ക കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പാവങ്ങളും നോർമൽ ലൈഫിൽ, കാരണം ഇവരാണ് മോർ ചാലഞ്ചിങ് ആക്ച്വലി. ഇവരുടെ ഒരു ഫാമിലി ബ്രെഡ് വിന്നർ മരിക്കുക, ഓർഗൻ ഫെയിലർ ആകുകയും അവരുടെ ഫുൾ കുടുംബം അനാഥമാകുന്ന അവസ്ഥയിൽ നമ്മളൊരു ഓർഗൻ വെച്ചു കൊടുക്കാൻ തിരിച്ച് ലൈഫിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു വളരെ എന്താ പറയുക, ഒരു ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ആക്ച്വലി. ആൻഡ് ഫ്രം ദാറ്റ് ഓൺവേർഡ്സ് മാറി വന്ന ഗവൺമെന്റുകളൊന്നും അതിനെ മാറ്റിയില്ല. ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് ആസ് ഫ്രം 2012 to 24 I am heading the program for, in spite of all the negative media publicity and all. അപ്പൊ സാറ് പറഞ്ഞു 2012 സാറുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഇപ്പോ ഈ ഇന്ത്യയിൽ ഇപ്പൊ സാറ് പറഞ്ഞു ചെന്നൈയിലും ആന്ധ്രയിലും ഓൾറെഡി ഉണ്ടായിരുന്നു. സോ എപ്പോഴാണ് ഇന്ത്യയിൽ ആക്ച്വലി ഈ ഒരു ട്രാൻസ്പ്ലാന്റിന്റെ പറ്റിയ ഒരു അവയർനെസ് തുടങ്ങിയത്? ട്രാൻസ്പ്ലാന്റ് ആക്ച്വലി ഇന്ത്യയിൽ ഒരു 1970s തന്നെ സ്റ്റാർട്ട് ചെയ്തു, ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്. പക്ഷെ 1994 ഒരു നിയമം വരുന്നത്, 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ട്. അത് വരാനുള്ള പ്രധാന കാരണം ഡൽഹിയിലും പല പ്രാന്തപ്രദേശങ്ങളിലും സാധാരണ മാനുവൽ ലേബറേഴ്സ് അല്ലെങ്കിൽ സോഷ്യലി വളരെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്ന് കിഡ്നി വാങ്ങിക്കുന്നൊരവസ്ഥ. അതായത് നമ്മുടെ സാമൂഹിക വൾണറബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ട്രാൻസ്പ്ലാന്റ് വന്നു. അപ്പോൾ ഗവൺമെന്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് നമുക്ക് വി ഹാവ് ടു റെഗുലേറ്റ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഓർഗന് യാതൊരു കാരണവശാലും പാടില്ല എന്നുള്ളൊരു നിയമം ട്രാൻസ്പ്ലാന്റ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 വരുന്നു ഫസ്റ്റ്. അതിനുശേഷമാണ് ട്രാൻസ്പ്ലാന്റ് ഒരു റെഗുലേറ്റഡ് ആക്ടിവിറ്റിയായി മാറിയത്. അതിനുശേഷം അതിനു മുമ്പ് ട്രാൻസ്പ്ലാന്റ് ഉണ്ട് ഇന്ത്യയിൽ, പക്ഷേ അവിടെ ഇവിടെ നടക്കുന്നു, ആർക്കും അറിയില്ല ആരിൽ നിന്ന് വൃക്ക എടുക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ആര് വെക്കുന്നു, അല്ലെങ്കിൽ ആർക്ക് വയ്ക്കാം, അതായത് എന്താണ് ഒരു ട്രാൻസ്പ്ലാന്റ് സെന്ററിന് വേണ്ട മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് സർജന് വേണ്ട ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രം 1994 ഓൺവേർഡ്സ് വളരെ റെഗുലേറ്റഡ് ആയിട്ടാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നത്. നമ്മൾ 1994 ആദ്യമായിട്ട് മസ്തിഷ്ക മരണം എന്നൊരു സംഭവം സ്ഥിരീകരിക്കുന്നത്. അതായത് അതുവരെ നമുക്ക് സർക്കുലേറ്ററി ഡെത്ത് ആവും, രക്തശംക്രമണം നിലയ്ക്കുമ്പോൾ ഡെത്ത് ആവും. പക്ഷെ വേൾഡ് ഓവർ ദേ ഹാവ് മൂവ്ഡ് ഓൺ ടു ന്യൂറോളജിക്കൽ ഡെത്ത്. അപ്പോൾ ഹാർട്ട് നിൽക്കുമ്പോഴും മരിക്കാം, ബ്രെയിൻ സ്റ്റെം നിൽക്കുമ്പോഴും മരിക്കാം. 2 തരം മരണമായി. അപ്പോൾ ഈ രണ്ടാമത്തെ മരണത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ബ്രെയിൻ നിന്ന് മരിച്ചാലും നമ്മുടെ സർക്കുലേഷൻ കുറച്ച് സമയം കൂടെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഓർഗൻസ് എടുക്കാൻ പറ്റും ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി. പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കണം, ബ്രെയിൻ ഡെഡ് എന്ന് സ്ഥിരീകരിക്കണം, ഓർഗൻസ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ബ്രെയിൻ ഡെഡ് എന്നൊരു കോൺസെപ്റ്റ് വന്നത്. പക്ഷെ ഈ 1994 ഈ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും നമുക്ക് പബ്ലിക്കിന്റെ അടുത്തോട്ട് അത് ആ ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്നൊരു കോൺസെപ്റ്റ് ഡിസെമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇപ്പോഴും പറ്റിയിട്ടില്ല. അത് ICUകളിൽ ഒരു പേഷ്യന്റ് മസ്തിഷ്കമരണം സംഭവിച്ച് കിടന്നാൽ ആ പേഷ്യന്റ് മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച് ബന്ധുക്കളോട് പറയാം, നിങ്ങളുടെ രോഗി മസ്തിഷ്കമരണം സംഭവിച്ചു, ഇനി ട്രീറ്റ്മെന്റ് ഫ്യൂട്ടൈലാണ്, ട്രീറ്റ്മെന്റ് ഇല്ല, ദാറ്റ് ഈസ് ഡെഡ്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് നിർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നിർത്തുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, ഇന്ത്യ ഒട്ടും നടക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നടക്കുന്ന അവയവദാനങ്ങൾ എന്ന് വെച്ചാൽ മസ്തിഷ്ക മരണമെന്ന് സംശയിക്കപ്പെടുന്ന രോഗികളുടെ ബന്ധുക്കളുടെ അടുത്ത് ഡോക്ടർമാർ പറയുന്നു, നമ്മൾ മസ്തിഷ്ക മരണം ആണെന്ന് തോന്നുന്നത്, നമ്മൾ സ്ഥിരീകരിക്കാൻ അടുത്ത 2 ടെസ്റ്റ് ഉണ്ട് 6 മണിക്കൂർ ഇടവിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഗൻ ഡൊണേഷന് താല്പര്യമുണ്ടോ? ഓർഗനൈസ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്ഥിരീകരണ പ്രക്രിയയിലോട്ട് പോകുന്നു. പക്ഷെ ലോകമെമ്പാട് എങ്ങനെയാ? ആദ്യം മസ്തിഷ്കമരണം സ്ഥിരീകരിക്കും, എന്നിട്ട് ബന്ധുക്കളുടെ സംസാരിക്കും, നിങ്ങളുടെ രോഗി മരിച്ചു, ഞങ്ങളിനി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇനിയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓർഗനൈസേഷൻ ഇപ്പോൾ, അതർവൈസ് വിൽ സ്റ്റോപ്പ് ട്രീറ്റ്മെന്റ് ആൻഡ് ഹാൻഡ് ഓവർ. ഈ പ്രക്രിയ നമ്മളിലോട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ നമ്മുടെ ഇവിടെ ഡൊണേഷൻ ഉണ്ടെങ്കിൽ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കും, മസ്തിഷ്കമരണം സ്ഥിരീകരിച്ചാൽ 100% ഡൊണേഷനിലോട്ട് പോകുന്ന പ്രക്രിയ. അപ്പോൾ ആൾക്കാരിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ എന്തായി, മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്ന അവയവദാനത്തിന് വേണ്ടിയാണ്. അങ്ങനെയല്ല ആക്ച്വലി. മരണം ഒരു ആശുപത്രിയിൽ ഒരു ICU കിടക്കുന്ന രോഗി മരണം സ്ഥിരീകരിക്കേണ്ടത് ആശുപത്രിയുടെ ആവശ്യം, അല്ലെങ്കിൽ ആ രോഗിയുടെ ആവശ്യം, രോഗിയുടെ ബന്ധുക്കളുടെ ആവശ്യമാണ്. നമ്മൾ മരിച്ച ഒരാളെ വെന്റിലേറ്ററിൽ കിടത്തി കുറെ നേരം ചികിത്സിച്ച രോഗിയുടെയും ബന്ധുക്കളുടെയും എല്ലാം സാമ്പത്തികമായിരുന്നാലും ശരി മാനസികമായ എല്ലാ സമ്മർദ്ദത്തിലാക്കി നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു മാറ്റം നമ്മുടെ ICUകളിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിനുവേണ്ടിയാണ് 2020 ഗവൺമെന്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. ഇതാണ് ഫോളോയിങ് സ്റ്റെപ്സ്, നിങ്ങൾ സർട്ടിഫൈ ചെയ്താൽ യു ടെൽ ദ റിലേറ്റീവ്സ് ആൻഡ് ഡിസ്കണക്ട്.
അത് ഇപ്പോഴും പ്രാക്ടീസ് ആയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ആ സമയത്തൊന്നും ആരും ബ്രെയിൻ ഡെത്ത് ഒന്നും അങ്ങനെ കോൺസെപ്റ്റേ ഇല്ല. മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൽ പോലും മസ്തിഷ്ക മരണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. മസ്തിഷ്ക മരണം എങ്ങനെ സ്ഥിരീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ന്യൂറോ സർജറിയും പഠിച്ചു കഴിഞ്ഞ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും ബ്രെയിൻ ഡെഡിനെ കുറിച്ച് പറയുമ്പോൾ അത് ഓർഗൻ ഡൊണേഷന് വേണ്ടിയല്ലേ, അല്ലാതെ ഇത് ഡെത്താണ്, ബ്രെയിൻ ഡെത്ത് ഇസ് അനദർ വേ ഓഫ് ഡൈയിങ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഡോക്ടേഴ്സിന്റെ ഇടയിൽ പോലും ഡിസെമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു ടേം, ഇസ് ഇറ്റ് മെയിൻലി ഇപ്പോ ഒരു കുറെ ദിവസം ICU കിടന്ന് കഴിഞ്ഞിട്ട് ഒരാളാണോ, or he's on a ventilator? What are these few guidelines where you can certify a patient brain death? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് പേഷ്യന്റ് വെന്റിലേറ്ററിൽ തന്നെ ആയിരിക്കണം. അത് നമ്മളെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന സാധനം ആണ് നമ്മുടെ റെസ്പിറേഷൻ കൺട്രോൾ, നമ്മുടെ ശ്വാസം. അപ്പൊ ശ്വാസം തന്നെത്താൻ വലിക്കാത്ത വ്യക്തി എന്തായാലും വെന്റിലേറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ശ്വാസം കിട്ടത്തില്ല. അപ്പോൾ പ്രൈമറി റിക്വസൈറ്റ് എന്ന് വെച്ചാൽ ശ്വാസം വലിക്കാൻ പാടില്ല. നോർമലി ശ്വാസം വലിക്കാത്ത ഒരാൾ, മരുന്ന് കാരണമല്ല, നോർമലി ശ്വാസം വലിക്കുന്ന ആൾ വെന്റിലേറ്ററിലായിരിക്കണം. രണ്ടാമത് ഒരു ഇറിവേഴ്സിബിൾ, അതായത് മാറ്റാൻ പറ്റാത്ത മസ്തിഷ്ക ക്ഷതം, അത് രക്തക്കൊഴൽ പൊട്ടലായിരിക്കാം, വലിയ സ്ട്രോക്ക് ആകാം, ആക്സിഡന്റ് ആയിരിക്കാം, അങ്ങനെ ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ്. അപ്പൊ ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് മാൻഡേറ്ററി ആയിരിക്കണം. അത് ഇമേജിങ് വഴി പ്രൂവ് ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരാളത്ത് പോയി നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഷുഡ് ബി പ്രൂവൺ ബൈ എ CT ഇമേജിങ് അല്ലെങ്കിൽ MRI ഇമേജിങ്, എന്തെങ്കിലും വെച്ച് ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് പ്രൂവ്ഡ് ആയിരിക്കണം. അയാൾ സ്വയം ശ്വാസം വലിക്കാൻ പാടില്ല. കമ്പൽസറി ഹാസ് ടു ബി ഓൺ വെന്റിലേറ്റർ. ആൻഡ് പുള്ളിയുടെ പീപ്പിൾസ്, അതായത് നമ്മുടെ അറിയാം, അത് ഡൈലേറ്റഡ് ആയിരിക്കണം. ഇതൊന്നും മരുന്നുകളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഈ മൂന്ന്, പിന്നെ കയ്യോ കാലോ ഒന്നും ചലിക്കാൻ പാടില്ല. ഇത്രയും പ്രൈമറി റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് സർട്ടിഫൈ ബ്രെയിൻ ഡെത്ത്. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എല്ലാ ICU ഡോക്ടർമാരും നമ്മൾ റുട്ടീൻ റൗണ്ട്സിന്റെ ഇടയിൽ വെന്റിലേറ്ററുള്ള പേഷ്യന്റ് ഈ സക്ഷൻ ചെയ്യുമല്ലോ, ട്രക്കിയ സക്ഷൻ ചെയ്യുമ്പോൾ സക്ഷൻ കത്തിയിട്ട് ഇടുമ്പോൾ ഒരു ഗാഗ് പോലെ വരും. അതില്ലാതിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആക്ച്വലി മനസ്സിലാക്കണം, ദിസ് പേഷ്യന്റ് ഇസ് ഹാവിംഗ് ആബ്സെന്റ് ബ്രെയിൻ സ്റ്റെം റിഫ്ലെക്സസ്. അപ്പൊ നമ്മൾ പീപ്പിൾ നോക്കുമ്പോൾ കാണാം പീപ്പിൾ ഡൈലേറ്റഡ് ആയിരിക്കും. അത് അടുത്തൊരു എവിഡൻസ് ആയി ബ്രെയിൻ സ്റ്റെം റിഫ്ലെക്സസ് ഇല്ലാതെ. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ICU എന്താ ചെയ്യുന്നത്, കോമയിലുള്ള ആള് നമ്മൾ നല്ലോണം ഞെക്കി നോക്കും, പെയിൻ വല്ലതും പെർസീവ് ചെയ്യുന്നത്. ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു എനി പെയിൻ, ദർ ഇസ് നോ വിഡ്രോവൽ, ഒന്നും കൈയൊന്നും അനക്കുന്നില്ല, അത് അനദർ സൈനായി. അപ്പൊ ഇത് ക്ലിനിക്കലി നമുക്കൊരു ICU ഡോക്ടറിനെ റുട്ടീൻ റൗണ്ട്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം ഈ പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആണെന്ന്. അപ്പൊ പക്ഷെ ലോ പ്രകാരം എന്താ ചെയ്യേണ്ടത്? ലോ പ്രകാരം അത് സർട്ടിഫൈ ചെയ്യണം. അതായത് ബ്രെയിൻ ഡെത്ത് ഒരാൾ പറഞ്ഞാൽ പോരാ. കാരണം ഈ കുറച്ചൊരു സിമ്പിൾ ഒരു സർക്കുലേറ്ററി ഡെത്തിനേക്കാളും കുറച്ചൊരു സയന്റിഫിക് വിഗർ വേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ലോ തന്നെ അനുശാസിക്കുന്ന 4 ഡോക്ടർമാർ വേണം. പ്രൈമറി ട്രീറ്റിംഗ് ഡോക്ടർ വേണം, മെഡിക്കൽ അഡ്മിൻ വേണം, പിന്നെ 2 എക്സ്പേർട്സ് വേണം. അത് ന്യൂറോളജിസ്റ്റോ ന്യൂറോസർജൻ അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റോ ആയിരിക്കണം. അതാണ് ലോ. അപ്പൊ 4 ഡോക്ടർമാർ എഗെയിൻ ഈ ഞാൻ പറഞ്ഞ ഈ റിഫ്ലെക്സസ് എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ആപ്നിയ ടെസ്റ്റ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, ശ്വാസം സ്വയം വലിക്കാൻ പറ്റാത്ത രോഗി വെന്റിലേറ്ററിലായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി റിക്വയർമെന്റ്. അത് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? നമ്മൾ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് 6 മിനിറ്റോളം നമ്മൾ അയാളെ ഒബ്സർവ് ചെയ്യും. അയാൾ തന്നെത്താൻ വലിക്കുന്നുണ്ടോ? തന്നെത്താൻ വലിക്കുന്നില്ലെങ്കിൽ അയാൾ മരിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ സിമ്പിളാണ്. അതായത് വെച്ചാൽ ഒരാള് നമ്മൾ മരിച്ചു എന്ന് എങ്ങനെ അറിയുന്നത്? അയാൾ ചലനമറ്റ് കിടക്കുന്നു, അയാൾക്ക് ശ്വാസമില്ല, കൈകാലൊന്നും അനക്കുന്നില്ല, വിളിച്ചാൽ കേൾക്കുന്നില്ല, അടിച്ച വേദന അറിയുന്നില്ല, അത് തന്നെയാണ് മരണം. അത്രേ ഉള്ളൂ ബ്രെയിൻ ഡെത്തും. അപ്പൊ അത് നമ്മൾ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കണം. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ടെസ്റ്റാണ് വെന്റിലേറ്ററിൽ ഡിസ്കണക്ട് ചെയ്ത് നോക്കുക. ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ വീൽ സർട്ടിഫൈസ് ഡെത്ത്. ഇത് സർട്ടിഫൈ ചെയ്താൽ നമുക്ക് നേരത്തെ പറഞ്ഞ 2 ഓപ്ഷനേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു ഗിവ് യുവർ ലവ്ഡ് വൺ ഓർഗൻസ് ടു സംബഡി, അതായത് ഓർഗൻ ദാനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡോക്ടറിനോട് പറയാം, ഞങ്ങൾക്ക് അവയവദാനം ചെയ്യാൻ താല്പര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും കണക്ട് ചെയ്യും വെന്റിലേറ്ററിൽ. കാരണം ഹാർട്ട് ബീറ്റ് ചെയ്യണം, രക്തസംക്രമണം നടക്കണം, സർക്കുലേഷൻ നടക്കണം. വി പുട്ട് ലോട്ട് ഓഫ് മെഡിസിൻസ് ടു ഡു ഓൾ ദീസ് തിങ്സ് ടിൽ ദ റിട്രീവൽ. അത് എടുക്കുന്നത് വരെ അവർ ലൈഫ് സസ്റ്റൈനിങ് തെറാപ്പി എന്ന് പറയുന്നത് ഓർഗൻ സപ്പോർട്ട് തെറാപ്പി എന്ന് പറയും. നമ്മൾ ഓർഗൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അതാണ് ആ പ്രക്രിയ. പക്ഷെ ആ ഒരു
എന്താ പറയാ, ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ICU ഡോക്ടേഴ്സും ബന്ധുക്കളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഏകദേശം ഒരു 4000-ഓളം റോഡ് അപകട മരണങ്ങൾ എവറി ഇയർ എല്ലാ ജില്ലകളിലും കൂടെ. പക്ഷെ നമ്മൾ സ്ഥിരീകരിക്കപ്പെടുന്ന മസ്തിഷ്ക മരണം 15 അല്ലെങ്കിൽ 20 കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ. അപ്പൊ എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എവിടെയോ ഒരു, അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് മസ്തിഷ്ക മരണങ്ങൾ ICU സ്ഥിരീകരിക്കപ്പെടുന്നില്ല? ഡോക്ടർമാരുടെ ആശങ്കയാണോ, അല്ലെങ്കിൽ പബ്ലിക്കിന് ഇത് മനസ്സിലായിട്ടില്ലയോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് യാതൊരുവിധ ഒരു ഡൗട്ടും ഇല്ലാതാണ് എസ് പറയുന്നത്. പക്ഷെ നമ്മളാരും പറയുന്നില്ലല്ലോ. ഡോക്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പബ്ലിക് അറിയുള്ളൂ എന്റെ രോഗി ഇത്. അപ്പൊ പലപ്പോഴും അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ഹാപ്പനിങ് ഫ്രം ഹോസ്പിറ്റൽ സൈഡ്. അതാണ് ഞാൻ കഴിഞ്ഞ 12 വർഷം കാണുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ വൺസ് പേഷ്യന്റ് സർട്ടിഫൈഡ് ആണ് ബ്രെയിൻ ഡെത്ത്, ഇതിനൊരു കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. ഇപ്പോൾ സാർ പറഞ്ഞ കഴിഞ്ഞപ്പോൾ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് മെനി പീപ്പിൾ ആർ നോട്ട് അവെയർ. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും ലേമാൻ ജനറൽ പബ്ലിക്കിനും ഇതിന്റെ പറ്റിയ ഒരു ഫിയർ, ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതിനൊരു കൗൺസിലിംഗ് സെഷൻ ആരാണ് പേഷ്യന്റ് ഇപ്പൊ ഇങ്ങനെ പറ്റി ആൻഡ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൂ ഷുഡ് ബി ടേക്കിംഗ് ദ ചാർജ്? 2 രീതിയിൽ നമുക്ക് അതിനെ കാണാം. ഒന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, മസ്തിഷ്ക മരണം നമ്മൾ സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം റിലേറ്റീവ്സിന്റെ അടുത്ത്. കാരണം നമ്മളൊരു വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രീറ്റിംഗ് ഡോക്ടർ നിങ്ങളുടെ രോഗിക്ക് മസ്തിഷ്കം വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുകയാണ്, പക്ഷെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരീകരിക്കേണ്ട ടെസ്റ്റിനാണ് ആപ്നിയ ടെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് വെന്റിലേറ്റർ ഡിസ്കണക്ട്. ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇനിഷ്യലി. ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രൈമറി ട്രീറ്റിംഗ് ഡോക്ടർ തന്നെയാണ്. ഇപ്പൊ ഞാനാണ് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വമാണ് രോഗിയുടെ ബന്ധുക്കളുടെ അടുത്ത് രോഗിയുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ റുട്ടീൻ ബ്രീഫിംഗിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അടുത്ത് എന്താണെന്ന് അവർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയണം. അടുത്ത് 2 ഓപ്ഷനാണ്. നമ്മൾ സ്ഥിരീകരിക്കാൻ പോകണം, സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യം ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ അപ്പം തന്നെ പറയാം. സ്ഥിരീകരിച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാം, നമ്മൾ ഹാർട്ട് നിൽക്കുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. ഇഫ് നിങ്ങൾ വില്ലിംഗ് ഫോർ ഓർഗൻ ഡൊണേഷൻ ആണെങ്കിൽ നമ്മൾ ഓർഗൻ സപ്പോർട്ട് ചെയ്യുന്നതിന് തെറാപ്പി കൊടുക്കും. ഈ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അത് ട്രീറ്റിംഗ് ഡോക്ടറിന്റെ കൂടെ നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്നൊരു പോസ്റ്റ് ഉണ്ട് എല്ലാ ട്രാൻസ്പ്ലാന്റ് സെന്ററിലും. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ICU കൗൺസിലേഴ്സ്. നമുക്ക് പറയാം സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ, അവരെയും കൂടി ട്രീറ്റിംഗ് ഡോക്ടറിന്റെ കൂടെ നിർത്തിയിട്ട് ബാക്കി വിശദമായി ഈ കൗൺസിലർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും സംസാരിക്കാൻ സമയമില്ല. ആൾക്കാർ ചോദിക്കുക എങ്ങനെയാണ് മസ്തിഷ്കം നിർണ്ണയിക്കുന്നത്, ആരൊക്കെയാണ് വരുന്നത്, അതൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്നോസ് പറഞ്ഞു കൊടുക്കാം, അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട്. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും ICU ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ, ഒരു ഗ്രീഫ് കൗൺസിലർ ഉണ്ടെങ്കിൽ, ഒരു സോഷ്യൽ വർക്കർ ഉണ്ടെങ്കിൽ യു ക്യാൻ എൻഗേജ് ദാറ്റ്. അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഇവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ഒരു മെക്കാനിസം ആക്ച്വലി നമ്മുടെ ഇതുവരെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്മോൾ മീറ്റിംഗ്സിൽ പറയും ഇങ്ങനെ ഒരു. പിന്നെ ഉള്ളൊരു ചലഞ്ച് എന്ന് വെച്ചാൽ മസ്തിഷ്കം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവയവദാനത്തിലോട്ട് പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത്രയും സമയം ആക്ച്വലി ICUവിൽ ആ പേഷ്യന്റ് സ്റ്റക്കാണ്. അപ്പൊ ആശുപത്രി സംബന്ധിച്ചോളം ഒരു ബെഡ് അവിടെ ഓക്കുപ്പൈഡ് ആണ്. ചിലപ്പോൾ ഈ റിട്രീവൽ പ്രോസസ്സ് ചിലപ്പോൾ 24 മുതൽ 48 മണിക്കൂർ എടുക്കും. കാരണം മറ്റുള്ള രോഗികളെല്ലാം കണ്ടെത്തണം. നമ്മൾ ഹാർട്ടിന്റെ രോഗിയെ കണ്ടെത്തണം, ലിവറിന്റെ രോഗിയെ കണ്ടെത്തണം, 2 കിഡ്നി രോഗിയെ കണ്ടെത്തണം, ചിലപ്പോൾ ലങ്സിന്റെ അടുക്ക് കണ്ടെത്തണം. ഈ രോഗികളെ സ്വീകർത്താക്കളെ കണ്ടെത്താൻ ചിലപ്പോൾ പ്രക്രിയ കുറച്ച് നീണ്ടുപോകും. അപ്പോൾ മറ്റവര് റെസ്റ്റ്ലെസ് ആവും. ആരാ? നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ്. നിങ്ങൾ മരണമെന്ന് പറയുകയും ചെയ്തു, ഇപ്പൊ 36 മണിക്കൂറായിട്ട് ഞങ്ങൾക്ക് ബോഡി കിട്ടിയിട്ടില്ല. അപ്പൊ ആശുപത്രികൾ വിചാരിക്കും ഓ ഈ വലിയ തലവേദനയൊക്കെ എന്തിനാ നമ്മൾ എടുക്കുന്നത്, നമ്മൾ മസ്തിഷ്കമെന്ന് പറയണ്ട, നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ് അവർക്ക് അങ്ങ് കൊടുക്കുക. അതൊരു വലിയ വേറൊരു ചലഞ്ചാണ്. അപ്പോൾ ഇതിലേക്ക് ഓപ്പറേഷൻ പബ്ലിക്കിന്റെ മാത്രം പോരാ, പബ്ലിക്കിന്റെ വേണം, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് വേണം, ആശുപത്രി അഡ്മിന്റെ വേണം. ഇതെല്ലാം കൂടെ ഉള്ള ഒരു പ്രക്രിയക്ക് മാത്രമേ ഈ ഡിസീസ് ഡോണർ പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ 10-12 ഇയേഴ്സിൽ മനസ്സിലായത് ഇതാണ്. അപ്പൊ നമ്മളിപ്പോ എത്ര അവയർനെസ് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സമൂഹത്തിലെല്ലാം പറഞ്ഞാലും
ഈ ആശുപത്രി അധികാരികൾ നമ്മുടെ കൂടെ നിന്ന് ഈ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ സ്റ്റക്കാണ്. Right. പിന്നെ വേറൊരു കാര്യം, ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോൾ ഇതൊരു അൺപ്ലാൻഡ് ആക്ടിവിറ്റിയാണ്, എമർജൻസി ആക്ടിവിറ്റിയാണ്. Right. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുറേ ഹ്യൂമൻ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യേണ്ടി വരും. 10-30 ഹ്യൂമൻ റിസോഴ്സസ് എക്സ്ട്രാ മൊബിലൈസ് ചെയ്യേണ്ടി. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഉള്ള പഴയ ഷെഡ്യൂൾഡ് സർജറി മാറ്റേണ്ടി വരും. ഷെഡ്യൂൾഡ് സർജറി മാറ്റാനും ICU ഓക്കുപ്പൈഡ് ആയി. അപ്പൊ ആശുപത്രി ഞങ്ങൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. അപ്പൊ ഇത് നമ്മൾ സമൂഹത്തിൽ വെളിയിൽ കാണുന്ന പോലെ ഇത് ഒരു സമ്മതം തരാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മസ്റ്റുവിനെ സ്ഥിരീകരിക്കാതെ ഒന്നും മാത്രമല്ല, മൾട്ടി ഫാക്ടോറിയലാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ ചിലവുണ്ട്. ഈ ഒരു എക്സ്ട്രാ ഹ്യൂമൻ റിസോഴ്സസ് സർജ് ഉണ്ടല്ലോ, ആ സർജ് ആശുപത്രിക്ക് നഷ്ടമാണ് ആക്ച്വലി. അവർക്ക് എക്സ്ട്രാ ടൈം കൊടുക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ അവരുടെ റൊട്ടീൻ ആശുപത്രി ബിസിനസ് നടന്നോളും. അപ്പൊ ഇതിന് ഹോസ്പിറ്റലിനൊരു പാർഷ്യൽ പാരാലിസിസ് പോലെ സ്തംഭനാവസ്ഥ ഉണ്ടാവും. ഒരു ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോൾ ആശുപത്രി ബേസിക്കലി സ്തംഭനാവസ്ഥയിലാവും. അപ്പൊ പൊതുജനം വിചാരിക്കുന്നത് ഇത് ഭയങ്കര ലാഭകരമായ ആൾക്കാർ ഇങ്ങനെ കൊന്നെടുത്ത് ഇങ്ങനെ പൈസ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെയല്ല, ഇത് ആക്ച്വലി ആ ചെയ്യുന്ന ആശുപത്രിക്ക് എക്സ്ട്രാ നഷ്ടമാണ്. പക്ഷെ ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒരു ആശുപത്രിയുടെ നിലവാരത്തിനൊരു മാർക്ക് കൂടെയാണ്, ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ്. ഞങ്ങൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റർ ആണ്, ലിവിങ് ഡോണർ ചെയ്യുന്നുണ്ട്, ഡിസീസ് ഡോണർ ചെയ്യുന്നുണ്ട്. ആ ഒരു ബെഞ്ച് മാർക്കിങ്ങിന് വേണ്ടിയാണ് ഇപ്പൊ ചെയ്യുന്ന ആശുപത്രികളും ചെയ്യുന്നത്. വളരെ കുറച്ച് ആശുപത്രികൾ ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ ആകെ കൂടെ 3-4 ആശുപത്രികൾ മസ്റ്റിജോണെന്ന് നിർണയിച്ച് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുന്നു. ബാക്കി ആരും ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിൽ 1000 കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് ആണ് ഒരു വർഷം നടക്കുന്നത്. എല്ലാം ലിവിങ് ഡോണർ എന്നാണ്. ലോകത്തെല്ലായിടത്തും 50% മസ്റ്റിജോനാന്തര അവയവദാനത്തിനായിരിക്കും, 50% ലിവിങ് ആയിരിക്കും. ഇവിടെ 99.9% ലിവിങ് ഡോണർ, പുട്ടിങ് അനദർ 99% പേഷ്യന്റ് അറ്റ് റിസ്ക് ഫോർ ഫ്യൂച്ചർ കിഡ്നി ഡിസീസ്. അപ്പൊ ഇതാണ് ഒരു സൈക്കിളാണ്. നമുക്ക് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞ ഇപ്പോ വിത്തിൻ 36 to 48 hours ഒരു പേഷ്യന്റ് ബ്രെയിൻ ഡെത്ത് യു ക്യാൻ പ്രൊലോങ്. Which are the main organs or what all organs can we transplant? We can transplant right starting from the eyes, corneal transplant ചെയ്യാം. And recently now I heard that 2 corneas can be used for 4 persons. 4 പേർക്ക് കണ്ണ് കൊടുക്കാം. 2 ലങ്സ്, ഹാർട്ട്, പാൻക്രിയാസ്, കിഡ്നി, ലിവർ, സ്മോൾ ഇൻഡസ്റ്റൈൻ, bilateral hand transplant, and if possible if heart is not being transplanted you can use the valve. പിന്നെ നമ്മുടെ ഇവിടെ ടിഷ്യൂസ് ഒന്നും അത്ര ട്രാൻസ്പ്ലാന്റ്, യു ക്യാൻ യൂസ് ദ ബോൺ, കാർട്ടിലേജസ്, ഓൾ ദിസ് ക്യാൻ ബി യൂസ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ലൈഫ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഡൊണേറ്റ് ഓർഗൻസിനേക്കാളും ദിസ് ഇസ് ഡൊണേഷൻ ഓഫ് ലൈഫ്. ലൈക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ ഡൊണേറ്റിംഗ് ലൈഫ് ടു എ പേഴ്സൺ അല്ല, ലൈഫ് ടു എ ഫാമിലി ആൻഡ് ലൈഫ് ടു എ ജനറേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ ഇമ്പാക്ട് ഓഫ് എൻഡ് സ്റ്റേജ് ഓർഗൻ, സ്ഥായിയായ അവയവ സ്തംഭനാവസ്ഥയുള്ള ഒരു രോഗിയുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു റീബർത്ത് ആണ് നമ്മുടെ ഓർഗൻ. കുടുംബത്തിന്, വ്യക്തിക്കല്ല, കുടുംബത്തിനും അതിന്റെ അടുത്ത ജനറേഷനും കൊടുക്കുന്ന റീബർത്ത് ആണ്. അതാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിക്കുന്നു, അതോടുകൂടി തീർന്നു, ലൈഫും തീർന്നു, എൻഡ് ഓഫ് ഇറ്റ്. പക്ഷെ ഇഫ് യു ടേക്ക് എ വൈസ് ഡെസിഷൻ, ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം, സോ യു ആർ ഗിവിംഗ് ലൈഫ് ടു അറൌണ്ട് 6 to 10 families ആൻഡ് 1 more generation of that same family. അതാണ് അതിന്റെ ഇമ്പാക്ട്. ഇപ്പൊ ടുമോറോ ഞാൻ ഡിസൈഡ് ചെയ്യണം ഐ വോണ്ട് ടു ഡൊണേറ്റ്, എവിടെയാണ്, ഹൗ ഡു വി രജിസ്റ്റർ? ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡ്യൂറിങ് മൈ കോളേജ് ടൈം വി ഹാഡ് സം പേഴ്സൺ വിത്ത് എ കൗണ്ടർ, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണോ, ജസ്റ്റ് ഫിൽ എ ഫോം. Now it has actually changed. അതായത് നമുക്ക് ഇപ്പോ നമ്മുടെ കേസോട്ടോയുടെ വെബ്സൈറ്റ്, കേരള സ്റ്റേറ്റ് ഓർഗൻ ഡൊണേഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.kesoto.org.in. അതിൽ കയറിയാൽ യു ക്യാൻ സീ ദ ഡോണർ പ്ലെഡ്ജ് ഫോം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ ഇനേബിൾഡ് ആണ് ഇപ്പോഴത്തെ ഡോണർ പ്ലെഡ്ജസ്. So once you and OTP driven also, once you registered your organ donor, you can what you call തിരിച്ചു എടുക്കാം നിങ്ങളുടെ പ്ലെഡ്ജ്. ഇപ്പൊ യു ഫൈൻഡ് ദാറ്റ് ഇതെല്ലാം കംപ്ലീറ്റ് തട്ടിപ്പാണ്, എനിക്ക് വേണ്ട, ഈ തട്ടിപ്പിൽ ഞാൻ പങ്കാളിയാകുന്നില്ല, സോ ഐ എം വിത്ഡ്രോയിങ് മൈ പ്ലെഡ്ജ്. ദാറ്റ് ഇസ് ഓൾസോ ക്യാൻ പോസിബിൾ. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലെഡ്ജിന് ആക്ച്വലി കുറച്ചൊരു ഓതന്റിസിറ്റി ഉണ്ട്. ആൻഡ് 2 വിറ്റ്നസസിന് നിങ്ങൾ ടിക്ക് ബോക്സ് ചെയ്യണം. ആരാണ് എന്റെ വിറ്റ്നസ്? ഹൂ ഷുഡ് ബി ദ ഡോക്ടർ ടോക്കിംഗ് ടു വെൻ ഐ ആം ബ്രെയിൻ ഡെഡ്? കാരണം നമ്മുടെ ബ്രെയിൻ ഡെഡ് നമ്മൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ആരുടെ സംസാരിക്കും, അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം വെച്ചിട്ടാണ് ഈ ഫോം. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്, അത് പ്രിന്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം.
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ എല്ലാം പ്ലഡ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആ പ്ലഡ്ജ് ഫാമിലി ഡിസ്കസ് ചെയ്യണം. ദെൻ ഓൺലി യു ഷുഡ് ഗോ ഫോർ പ്ലഡ്ജിങ്. ചുമ്മാ റോഡിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഫോം ഇട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡിസ്കസ് ദ ഫാമിലി, ദെൻ ഡിസൈഡ് വൈസ്ലി. ഫാമിലി അക്സെപ്റ്റ് ദിസ് ഡൊണേഷൻ, യുവർ റിലീജിയൻ ഇസ് അക്സെപ്റ്റിംഗ് ദ ഡൊണേഷൻ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്ലഡ്ജ് ചെയ്യാൻ. പ്ലഡ്ജ് ചെയ്താൽ അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ബ്രെയിൻ ഡെഡ് ആയി കിടക്കുകയാണ്. നേരത്തെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫാമിലി അടുത്ത് സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. എനിക്ക് അയാളുടെ ഫോൺ നമ്പർ വെച്ച് ബന്ധുക്കൾ തിരിക്കാം. ഇയാൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യാം. സെർച്ച് വിൻഡോ ഇസ് ദയർ. യു ക്യാൻ സെർച്ച് വിത്ത് ആധാർ നമ്പർ വെദർ പ്ലഡ്ജ് ഓർ നോട്ട്. പ്ലഡ്ജ് ആണെങ്കിൽ യു ഗെറ്റ് ദറ്റ് ഹി ഈസ് ഓൾറെഡി പ്ലഡ്ജ്. അപ്പോൾ നമുക്ക് പറയാം നിങ്ങൾ ഓൾറെഡി പ്ലഡ്ജ് ആണ്, നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അവയവം കൊടുക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ആരും ആ സമയത്ത് ഒരു ജീവിച്ചിരിക്കുമ്പോഴുള്ള വിഷ് വേണ്ട എന്ന് പറയാനുള്ള സാധ്യത കുറവാണ്. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ് എ ഡോണർ പ്ലഡ്ജ് ബിഫോർ യു ഡൈ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ നല്ല ഡിസ്കസ് ചെയ്തിട്ട് ഇതൊരു ചുമ്മാ സൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു ഫോമായിട്ട് എടുക്കാൻ പാടില്ല. ദിസ് ഇസ് യുവർ എന്താ പറയുക വിൽ. അത്രയും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അവയവം, നമ്മൾക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു കോൺട്രവേഴ്സി വന്നത് നമ്മുടെ സഖാവ് ലോറൻസിന്റെ ഹോൾ ബോഡി ഡൊണേഷൻ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ ദിസ് ടു ബി വെരി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. ഞാൻ ഡൊണേറ്റ് ചെയ്യാണ് എൻ്റെ ഇന്ന, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഡൊണേറ്റ് യുവർ ഹാർട്ട്, ദർ ഇസ് എ ടിക്ക് ബോക്സ്, യു ഡോണ്ട് വാണ്ട് ടു ഡൊണേറ്റ് ഹാർട്ട്. അപ്പോൾ ഹാർട്ട് എടുക്കത്തില്ല. അത്രയും വളരെ ഡീറ്റെയിൽഡ് ഡോണർ പ്ലെഡ്ജ് ഫോമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആധാർ ലിങ്ക്ഡ് ഓൾസോ. അപ്പോൾ ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ നമ്മൾ വി ഷുഡ് ആക്ച്വലി എൻകറേജ് പീപ്പിൾ ടു ഗോ ടു ദിസ് വെബ്സൈറ്റ് ആൻഡ് pledge your organs, so that, and pledge your organs only after taking all consideration, your religious consideration, your belief. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മരിച്ചാൽ എന്നെ മ്യൂട്ടിലേറ്റ് ചെയ്യണ്ട, ഇപ്പൊ എന്റെ ഒരു വലിയ ഇൻസിഷൻ ഇട്ട് ഓർഗൻ എടുക്കണ്ട, അതൊന്നും വേണ്ട, then you don't. അപ്പൊ അങ്ങനെ അത്ര ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഓർഗൻ ഡൊണേഷൻ പ്ലഡ്ജ് ചെയ്യാൻ. അപ്പോൾ ഒരു പേഷ്യന്റ് ഹാസ് സർട്ടിഫൈഡ് ബ്രെയിൻ ഡെത്ത് ആണ്, ഓൾറെഡി പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്, സൈറ്റിൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡെത്ത് ആവണം, റിലേറ്റീവ്സ് ആ ഒരു പ്ലഡ്ജ് വെച്ചിട്ട് എവിടേക്കാണ് പോകേണ്ടത്? പ്ലഡ്ജ് എവര് പോകണ്ട, അവര് ആക്ച്വലി നമ്മൾ ആദ്യം നമ്മുടെ എക്സ്പ്രസ് ചെയ്യണം ഡോണർ ഹോസ്പിറ്റൽ, അതായത് ഏത് ട്രീറ്റിംഗ് ഡോക്ടർ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ആള് നേരത്തെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്, വി വുഡ് ലൈക്ക് ടു ഡൊണേറ്റ് ഓർഗൻസ്, ഞങ്ങൾക്ക് അവയവദാനത്തിന് സമ്മതമാണ്. ബാക്കി ഉത്തരവാദിത്തം ആശുപത്രിക്കാണ്. ആശുപത്രി കേസോട്ടിന് കോണ്ടാക്ട് ചെയ്യും. ബാക്കി പ്രോസസ്സ്, ഓർഗൻ റിട്രീവൽ പ്രോസസ്സ്, അലൊക്കേഷൻ പ്രോസസ്, ഓൾ വിൽ ബി ഡൺ ബൈ കേസോട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവയവ വിന്യാസം, അതായത് അലൊക്കേഷൻ, ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഏത് ആശുപത്രിയിലാണോ ദാതാവ് അയാളുടെ ഇഷ്ടത്തിന് അങ്ങ് ഓർഗൻ കൊടുക്കുക, അങ്ങനെയല്ല. അത് ഈ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഓരോ ഓർഗനും പ്രത്യേക വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, ഓരോ ബ്ലഡ് ഗ്രൂപ്പിന് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ആ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ പ്രകാരവും അയാളുടെ അപ്പോഴത്തെ മെഡിക്കൽ അവസ്ഥ, ചിലപ്പോൾ ഫസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്, അന്ന് സർജറിക്കുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ മെഡിക്കലി ആരോഗ്യപരമായി ഫിറ്റ് അല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കി അടുത്ത ആൾ. അപ്പോൾ ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഓർഗൻ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്റ്റർ ചെയ്യാത്ത ആർക്കും ഓർഗൻ കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ നമുക്ക് കോൾ വരും, അതായത് സാറേ ഇന്ന ആശുപത്രിയിൽ ഒരു മത്സ്യജീവനം കണ്ടു, പക്ഷെ ഞങ്ങൾ രോഗി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്കത് കിട്ടുമോ? അങ്ങനെ ഒരിക്കലും കിട്ടില്ല, ലിസ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അടുത്ത് നാച്ചുറലി ചോദിക്കുന്ന എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വൃക്ക സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ കരൾ സ്തംഭനാവസ്ഥയുള്ള രോഗിയാണെങ്കിൽ നമ്മൾ ഏത് ആശുപത്രിയിലാണോ അവയവം മാറ്റിവെക്കാൻ ആലോചിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണമല്ലോ. എൻ്റെ ആശുപത്രി, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് അവയവം മാറ്റിവെക്കാൻ താല്പര്യം. അപ്പോൾ അവർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാണ്. ഒരു അവയവ മാറ്റിവെക്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കുണ്ടോ, അത് ആ ഒരു പ്രാഥമിക പരിശോധന പൂർത്തിയായ ശേഷം നമ്മൾ അവരെ വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്യും. ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇത് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഏത് ആശുപത്രിയിലാണോ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് പ്ലാൻ ചെയ്യുന്ന ആശുപത്രി പോവുക, അവിടുത്തെ ഡോക്ടറെ കാണാം. അതായത് കിഡ്നി ആണെങ്കിൽ കിഡ്നി ഡോക്ടറെ കാണാം, ലിവർ ആണെങ്കിൽ ലിവറിന്റെ ഡോക്ടറെ കാണാം, ഹാർട്ടാണെങ്കിൽ ഡോക്ടറെ കണ്ട് പ്രാഥമിക പരിശോധന വിധേയമാകുക. അവരെടുത്ത് പറയുക നമുക്ക് ഡിസീസ് ഡോണറിൽ ലിസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അവരാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ആ ലിസ്റ്റ് സെൻട്രലി മാനേജ്ഡ് ബൈ കേസോട്ടാണ്, ഞങ്ങളാണ് ആ ലിസ്റ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരാൾ X% രജിസ്റ്റർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്ന ഡേറ്റ്, അപ്പോൾ 29/9/2024 ഒരു ആള് രജിസ്റ്റർ ചെയ്തു.
സോ ദ ലിസ്റ്റ് ഇസ് രജിസ്റ്റേർഡ്. Nice. ഇങ്ങനെയാണ് എല്ലാ ആശുപത്രിയിലും രജിസ്റ്റർ ചെയ്യേണ്ടത്. Okay. അപ്പോൾ നമ്മൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ലിസ്റ്റ് ചെയ്യണം, ലിസ്റ്റ് ചെയ്യുന്നതാൽ എങ്ങനെ കിട്ടും, ഒരു പ്രയോറിറ്റി വെച്ച് മാത്രമേ കിട്ടുള്ളൂ. വേറെ യാതൊരുവിധ ക്രൂക്സോ അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർ ഉടൻ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിക്കും, MLA വിളിക്കും, അങ്ങനെയൊന്നും കിട്ടത്തില്ല. സോൺലി ത്രൂ ദ പ്രയോറിറ്റി ലീഡാണ്. പക്ഷെ ചില സമയത്ത് കേട്ടിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ഏജൻസിനെ വിളിക്കും, അപ്പോഴാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ ഒരു സൈഡ് വരുന്നത്. സോ ഈ ഏജന്റ് അങ്ങനത്തെ സംഭവം ഉണ്ടോ? അത് മസ്തിഷ്കനാഥന്റെ അഭിപ്രായത്തില്ല. ഇത് ഏജന്റിന്റെ ഒരു സംഭവം വരുന്നത്. ഏജന്റ് ഉണ്ടെന്ന് ഞാൻ പബ്ലിക്കിൽ ഇത് പറയാൻ പാടില്ല. ആക്ച്വലി Okay. ഇത് സംഭവിക്കുന്നത് എനിക്ക് എൻ്റെ മകനോ മകൾക്കോ അവർക്ക് സ്തംഭനാവസ്ഥ. എൻ്റെ കുടുംബത്തിൽ ആരും തരാൻ രക്തത്തിലോ രക്തബന്ധുക്കളില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രോഗികളാണ്, അച്ഛനും അമ്മയും രോഗികളാണ്, വേറെ ബന്ധുക്കൾ ആരും ഇല്ല ഡൊണേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഓർഗൻ കിട്ടുക? ഒന്ന്, യു ഹാവ് ടു വെയിറ്റിംഗ് ലിസ്റ്റിൽ പോകണം. മസ്തിഷ്കമാനത് ഇപ്പൊ കേരളത്തിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ സ്ഥിതി അനുസരിച്ച് 10-15 ഡൊണേഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ 10 വർഷമായിരിക്കും. ആ സമയത്ത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചു കഴിഞ്ഞിരിക്കും. അപ്പൊ ഞാൻ നോക്കും ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു ഓർഗൻ കിട്ടാൻ മാർഗമുണ്ടോ, ബന്ധുവല്ലാത്ത അവയവദാനം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സമീപിക്കും, അപ്പൊ അവർ ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവരും. പക്ഷെ ബന്ധുവേതര അവയവദാനം ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് ഹ്യൂമൻ ഓർഗൻ ആക്ട് വഴി സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ആണ്. അതായത് ഈ അവയവ കച്ചവടം ഒഴിവാക്കുവാൻ വേണ്ടി ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് അതൊരു എത്തിക്കലി കറക്റ്റ് അല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒരാള് ഉണ്ട്. 2 തരത്തില് ബന്ധുവേതര അവയവദാനം വരാം. ഒന്ന്, ഇപ്പൊ എൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരി അല്ലെങ്കിൽ ഡ്രൈവർ സാറേ ഞാൻ തരാം, അതൊരു എന്താ പറയുക ആൾട്രുയിസ്റ്റിക് ഡൊണേഷൻ ആണ്. അയാളെ പറയാം സാറ് പൈസ ഇടൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഞാനൊരു കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരായി ഇയാളുടെ ആൾട്രുയിസം പ്രൂവ് ചെയ്യണം, ഇയാളും ഞാനുമായിട്ടുള്ള ലിങ്ക് പ്രൂവ് ചെയ്യണം. അത് ഞാനും ഇയാൾ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഡ്രൈവറായിരുന്നു. അവൻ മോളെ ചെറുപ്പത്തിലെ അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് ഈ ലൈക്ക് ടു ലിവ്. പക്ഷെ അത് നമ്മൾ ആ കമ്മിറ്റിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം. അവർക്ക് ബോധ്യമാകുകയാണെങ്കിൽ മാത്രമേ അവർ അപ്രൂവ് ചെയ്യുള്ളൂ. ആ അപ്രൂവൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടത്. അതല്ലാതെ ബന്ധുവേതര തമയന. അപ്പൊ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില ആൾക്കാർ സഹായിച്ചില്ല. അവരായിരിക്കും ഏജന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കഴിയുന്നതും അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടായിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതൊരു പരിഹാരമല്ല. ലിവിങ് ഡോണർ പ്രോഗ്രാം ഒരു പരിഹാരമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ കൊടുക്കുന്ന എൻ്റെ മകൾക്ക് കൊടുക്കുന്ന അത് എൻ്റെ സ്നേഹത്തിൽ കൊടുക്കും. പക്ഷെ വേറൊരാളൊരു സാധാരണക്കാരൻ അവയവം പൈസയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അയാളുടെ ആരോഗ്യസ്ഥയും അറ്റ് റിസ്ക്കായി മാറുകയാണ്. കാരണം അയാൾ ചിലപ്പോൾ ഫോളോ അപ്പിന് പോകത്തുണ്ടാവില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കറക്റ്റായിട്ട് ഫോളോ അപ്പിന് പോകും. പക്ഷെ വേറൊരാൾ, നമ്മുടെ ബന്ധുവല്ലാത്ത ഒരാള് അവയവം കൊടുക്കുകയും അയാള് ഒരിക്കലും തുടർ ചെക്കപ്പുകൾക്ക് പോകാതിരിക്കുകയും അയാൾക്കിനി ഉള്ള കിഡ്നി സ്തംഭനാവസ്ഥയിൽ പോയി അയാൾ ഡയാലിസിസിലായിട്ടാവും. അതൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അൺറിലേറ്റഡ് ഡൊണേഷൻ, അതായത് ബന്ധുവേതര അവയവദാനം പ്രോത്സാഹിപ്പിക്കത്തേ ഇല്ല. ആർക്കെങ്കിലും ബന്ധുവേതര അവയവദാനം ചെയ്യണമെങ്കിൽ തന്നെ they have to go through this committee and approval. എന്നാലേ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ബ്രെയിൻ ഡെത്ത് പേഷ്യന്റ്, ഒരു മിനിമം ഏജ് ഇപ്പോൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ, ഷുഡ് ഇറ്റ് ബി എ യങ് പേഴ്സൺ അതോ കുറച്ചൊരു എൽഡർലി ആയാലും? മിനിമം ഏജ് ആക്ച്വലി നിയമപ്രകാരം 1 വയസ്സിന് മേളിലുള്ള ആരെ വേണമെങ്കിൽ നമുക്ക് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാം. ഓർഗന്റെ സ്യൂട്ടബിലിറ്റി ആണ് ഏജ് ലിമിറ്റ് നമ്മൾ എപ്പോഴും മനസ്സിൽ വരുന്നത്. പക്ഷേ അപ് ടു 80 years ആണെങ്കിൽ ഇഫ് ലിവർ ഇസ് ഗുഡ്, കാരണം നമുക്കറിയാമല്ലോ 100 വയസ്സായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ എത്ര പേരുണ്ട്. അപ്പൊ 80 വയസ്സായ ആൾക്കാർ ലിവർ കണ്ടീഷൻ ഇസ് ഗുഡ്, കിഡ്നി കണ്ടീഷൻ യു ക്യാൻ ടേക്ക്. ദർ ഇസ് നോ അപ്പർ ഏജ് ലിമിറ്റ്, ലോവർ ഏജ് ലിമിറ്റും ഇല്ല. എബവ് 1 യു ക്യാൻ സർട്ടിഫൈ. അപ്പൊ ഈ 80-year-old ലിവർ നല്ലതാണെങ്കിൽ ടു വാട്ട് ഏജ് ഗ്രൂപ്പ് കൻ ഇറ്റ് ഗോ ഡൗൺ ടു? ആർക്കായിരിക്കും അത്? അങ്ങനെയില്ല. ആക്ച്വലി ലിവറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ലിവർ ഫെയിലിയർ വന്നാൽ ദർ ഇസ് നോ ഓപ്ഷൻ ലൈക്ക് ഡയാലിസിസ്. ഡയാലിസിസ് ഓപ്ഷനേ ഇല്ല. ഒരു ടെർമിനൽ ലിവർ ഫെയിലിയർ ആണെങ്കിൽ ഡൈ ഇൻ അനദർ കപ്പിൾ ഓഫ് മന്ത്സ് ഓർ ഡേയ്സ്. അപ്പോൾ അവർക്ക് ഈ ഫങ്ഷനിങ് ലിവർ കിട്ടിയാൽ ദേ ക്യാൻ ഫുൾ ഓൺ. അപ്പോൾ ഓൺലി തിങ് ഈസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ, ഫൈബ്രോസിസ് ഉണ്ടോ, പിന്നെ സം പീപ്പിൾ ഡു ബയോപ്സി ഓൾസോ. ബയോപ്സി എടുത്ത് മൈക്രോസ്കോപ്പി വെച്ച് സെൽസ് നല്ല കോശങ്ങളൊക്കെ നല്ലതാണോ വർക്കിംഗ് ആണോ നോക്കിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. നൗ ദർ ആർ മെഷീൻസ് ഉണ്ട്. ഈ ലിവർ എടുത്ത് ആ മെഷീനിൽ വെക്കും. ആ മെഷീൻ വിൽ അസസ് ദ മെറ്റബോളിക് ഫങ്ഷൻസ്. ഈ ഓരോ കോശങ്ങളുടെയും
പ്രവർത്തന കാര്യക്ഷമത പരിശോധിക്കാൻ പറ്റുന്ന ലിവർ മെഷീൻസ് ഉണ്ട് ഇപ്പോൾ. Right. ആൻഡ് അതിൽ കൂടെ ബ്ലഡ് കടത്തിവിടും അല്ലെങ്കിൽ ഫ്ലൂയിഡ് കടത്തിവിട്ടിട്ട് അതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അസസ് ചെയ്യും. മെറ്റബോളിസം ഇസ് ഗുഡ്, യു ക്യാൻ കൂൾലി ട്രാൻസ്പ്ലാന്റ്. Right. ആൻഡ് നൗഡേസ് ഏജ് ഇസ് നോട്ട്, അപ്പർ ഏജിൽ ഇസ് നോട്ട് എ ലിമിറ്റ്. ആർക്ക് വേണമെങ്കിലും ഓർഗൻ കൊടുക്കാം. Right. പക്ഷെ നമ്മൾ ഹാർട്ടൊക്കെ യൂഷ്വലി നമ്മളൊരു 60 മേളിൽ യൂഷ്വലി എടുക്കാറില്ല. ഹാർട്ടിന്റെ പമ്പിങ്ങിന് പ്രോബ്ലം ഉണ്ടായിരിക്കും. കിഡ്നി ഓൾസോ കുറച്ച് ഫൈബ്രോസിസ് ഏജിങ് വരുമ്പോൾ ഉണ്ടാവും. അവിടെയും നമുക്ക് ഹെൽപ്പിന് ബയോപ്സി ഉണ്ട്. ഫ്രോസൺ സെക്ഷൻ എടുക്കാം. അപ്പൊ തന്നെ ബയോപ്സി ചെയ്യുന്നു, കിഡ്നി ബയോപ്സി ചെയ്യുന്നു, ലിവർ ബയോപ്സി ചെയ്യുന്നു. യു അസസ് ദ കിഡ്നി, ഇഫ് ഇറ്റ് ഇസ് ഗുഡ് യു ക്യാൻ ഗോ ഹെഡ്. Right. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഏജ് വെച്ച് ഒരു മസ്തിഷ്കമനായ അവയവദാനം നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. Okay. Okay. ഇപ്പോ ഈ ഒരു ഓർഗൻ ഡൊണേഷന്റെ when you talk to the relatives, ഇതൊരു നല്ലൊരു കൗൺസിലിംഗ് സെഷൻ ആവശ്യമാണ്. ഓർ പേഷ്യന്റ് നീഡ്സ് ടു റിലേറ്റീവ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എവിടേക്കാണ് അതെ. പോകുന്നത്. ഇപ്പോ എന്താണ് നോർമൽ പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഒരു കൺസേൺ, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് കുറെ മിത്സ് കേട്ടിട്ടുണ്ടാവും, മിസ്കൺസെപ്ഷൻസ് കേട്ടിട്ടുണ്ടാവും. സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെ? ഏറ്റവും വലിയ കൺസേൺ ഒരു ആശങ്ക മസ്തിഷ്കമന നിർണയത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം അവര് നോക്കുമ്പോൾ ഒരു ബ്രെയിൻ ഡെഡ് ആള് അവർ ഐസിയിൽ നമ്മൾ വിളിച്ച് കാണിക്കുമ്പോൾ ബോഡി നല്ല വാമായിരിക്കും, ECG ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ അവരുടെ സംശയം ഇത് റിയലി മരിച്ചത് തന്നെയാണോ Right. എന്നാണ് അവരുടെ സംശയം. അതൊരു വളരെ സമയമെടുത്ത് എന്താണ് മസ്തിഷ്ക മരണമെന്നും എങ്ങനെയാണ് ഇത് നിർണ്ണയിക്കപ്പെടുന്നതെന്നും ഇതിന് ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ളതും കൺവിൻസ്ഡ് ആകുന്ന ഫാമിലീസ് മാത്രമേ ആക്ച്വലി സമ്മതിക്കുള്ളൂ. Right. അല്ലാത്തവർ പറയും നമുക്ക് വെന്റിലേറ്ററിൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറയും. മനസ്സിലായോ? അതൊരു ലബോറിയസ് ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ഡൊണേഷനിൽ നടന്നിട്ടുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ആരെങ്കിലും ഒരു റിലേറ്റീവ്, ഒരു മെഡിക്കൽ പേഴ്സൺ ഉണ്ടായിരിക്കും, ഡോക്ടറോ നഴ്സോ ആരെങ്കിലും, സംബടി. എല്ലാവരും എനിക്ക് തോന്നുന്നു 100% ആൾക്കാർ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും, നോട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ. അവർക്കറിയാവുന്നേ. കാരണം ഞാൻ തന്നെ ഒത്തിരി കോൾ റിസീവ് ചെയ്തിട്ടുണ്ട്. Right. അപ്പൊ അവര് ചിലപ്പോഴും ചോദിക്കും, സാറ് കണ്ടോ, CT കണ്ടോ? അപ്പൊ ഞാൻ ചില ICU ഡോക്ടേഴ്സ് ഫാമിലീസ് ആയിട്ട് സംസാരിക്കുന്ന മുമ്പ് ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ആൻഡ് ഈവൻ ദേ സെൻഡ് ഇമേജസ് ഓൾസോ. അപ്പോൾ അവര് ചോദിക്കും, സാറ് സംസാരിച്ചോ ഡോക്ടർ? അപ്പോൾ നമ്മൾ നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ അവരെ വിളിച്ച് പറയും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ചിലവര് പറയും, സാറേ ഞങ്ങളുടെ ഒരു പരിചയത്തിൽ ഡോക്ടർ ഉണ്ട്, ഒന്ന് കാണാൻ സമ്മതിക്കുക, പെർമിറ്റ് ദം. Right. ഈവൻ നമ്മളിപ്പോ ആപ്നിയ ടെസ്റ്റിന് കൂടെ നിൽക്കണമെങ്കിൽ ഓൾസോ വിൽ പെർമിറ്റ്. സംബഡി വാണ്ട്സ് ടു കൂടെ നിന്ന് നമ്മളെ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ശ്വാസം വലിക്കുന്നുണ്ടോ, കണ്ടേക്കൊള്ളാം ഡോക്ടറെ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൂടെ നിർത്താറുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ദാതാക്കളുടെ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക മസ്തിഷ്കമന സ്ഥിരീകരണത്തിലാണ്. അത് തെറ്റായി വല്ലതും ആണോ സർട്ടിഫൈഡ്? കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന ഡെസിഷൻ ഡെത്ത് ഓർ അലൈവ് എന്നുള്ള ഡെസിഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ അതുകൂടാതെ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആകസ്മികമായിട്ടുള്ള സംഭവമാണ്. ഒരു പയ്യൻ, നല്ല ഹെൽത്തി ഒരു പയ്യൻ ബൈക്ക് ഓടിച്ചു പോകുന്നു, ആക്സിഡന്റ് ആവുന്നു, ആശുപത്രി വരുന്നു, കോമയിലാവുന്നു. ഇത് ഫാമിലിയും ഒട്ടും എക്സ്പെക്റ്റഡ് ആയില്ല. നമ്മൾ വേറൊരു രോഗം, ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി കുറെ നാളായിട്ട് ചികിത്സയിലാണ്, മരണം നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആണ്. ഇതങ്ങനെയല്ല. ഒരു ഹെൽത്തി ഒരാള് ഈ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. ഇന്ന് വെന്റിലേറ്റർ ആവുന്നു, റെസ്പോൺസ് ഇല്ല, കോമയിലാവുന്നു, ഒരാൾ വന്ന് പറയുന്നു അയാൾ മരിച്ചു വന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ ആക്ച്വലി ബന്ധുക്കൾക്ക് മസ്തിഷ്കമരണം പോട്ടെ, മരണം അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പാടാണ്. ആ ഒരു അവിടെയാണ് നമ്മൾ കൗൺസിലിംഗ്, ഗ്രീഫ് കൗൺസിലിംഗ് വേണം, ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം, മെന്റൽ സപ്പോർട്ട് വേണം, അവർക്ക് കുറച്ച് ടൈം കൊടുക്കണം എന്നൊക്കെ പറയാം. അവിടെയാണ് എനിക്ക് തോന്നുന്നു ആശുപത്രികളിലും ഈ ഒരു ട്രെയിനിങ്ങിന് ഒരു അപര്യാപ്തതയുണ്ട്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഈ ഒരു ബാഡ് ന്യൂസ്. നമ്മൾ പറയുന്നത് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് എന്നൊക്കെ പറയുന്നത്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ദിസ് ബാഡ് ന്യൂസ്. ഇത് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സത്യമാണ് നമ്മൾ അവിടെ പറയാൻ പോകുന്നത്. അത് നമ്മളെ എത്രത്തോളം നന്നായി ടൈഡ് ഓവർ ചെയ്യുമോ അവിടെ ആയിരിക്കും ഡൊണേഷൻ കൺവേർഷൻ നടക്കുന്നത്. ബ്രെയിൻ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യണം അവര്. ആ ഗ്രീഫ് ബ്രെയിൻ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഡെത്തെ അക്സെപ്റ്റ് ചെയ്യണം അവര്. കാരണം ഞാൻ പറയും, ഒരു മകന്റെ, ഒരു 25 വയസ്സായ മകൻ അല്ലെങ്കിൽ 30 വയസ്സായ മകന്റെ മരണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു ചലഞ്ച് ഉണ്ട്. അത്രയും മെനക്കിടാത്തോണ്ടായിരിക്കും പലപ്പോഴും ICU ഡോക്ടേഴ്സ് അത് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യാത്ത തന്നെ. കാരണം മറ്റേ ഫുൾ ഹാർട്ടും എല്ലാം നിന്നാൽ നമുക്ക് പോയി പറയാൻ മരിച്ചു, തീർന്നു. ഇത് അതിന് മുമ്പുള്ളൊരു അവസ്ഥയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചു, പക്ഷെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഈ സമയത്ത് നമ്മളും ബന്ധുക്കളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക, ദിസ് ഇസ് ബ്രെയിൻ ഡെഡ്, ഹാർട്ട് ഇസ് ബീറ്റിംഗ് ഫോർ ടെമ്പററി, കുറച്ച് സമയം കൂടെ ഹാർട്ട് ബീറ്റ് ചെയ്യുക, അത് എന്നിട്ട് അത് നിൽക്കും. Right. ആ സമയത്ത് പക്ഷേ ബന്ധുക്കൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കുറച്ച് സമയം കൂടെ നോക്കാം. Right. ആ ഒരു ടൈം ഞാൻ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് യു ഗിവ് ദാറ്റ് ടൈം ഓൾസോ ആസ് എൻ അക്കോമഡേഷൻ. ടെൽ ദം ഇത് നമ്മൾ നീട്ടുന്നത് അയാളുടെ ജീവിതം തിരിച്ചുകൊണ്ടല്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടിയാണ്, കുറച്ച് സമയം കൂടി ഞങ്ങൾ തരാം. Right. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ്. Right. കാരണം നമ്മളൊരു ICUയിൽ തന്നെ നമുക്കൊരു സാധാരണ ICUയിൽ ചിലവെന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ. പിന്നെ നമ്മുടെ ഒരു അൺസർട്ടൻറ്റി, വെളിയിൽ നിൽക്കുന്നവരുടെ, അപ്പൊ ആ രണ്ടും നമ്മൾ നോക്കണം. ആ ഒരു അൺസർട്ടൻറ്റി എന്തിനാ നമ്മൾ കൊടുക്കുന്നവർക്ക്? യു ഹാവ് ടു ടെൽ ദം പേഷ്യന്റ് ഇസ് ഡെഡ്. ഇതാണ് ഞങ്ങളെ. പിന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഈ അലൊക്കേഷൻ ആർക്കാ കൊടുക്കുന്ന ഡോക്ടറെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമുണ്ട്, അത് ഗവൺമെന്റ് തന്നെയാണോ വിന്യാസം നൽകുന്നത്, അതോ ഈ ആശുപത്രിയാണോ കൊടുക്കുന്നത്, പിന്നെ ഓർഗൻസിന് ചാർജ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ട് പറയും, ഓർഗൻസ് ചാർജ് ഇല്ല, ആൻഡ് അലൊക്കേഷൻ ഇസ് പ്യോർലി ത്രൂ ഗവൺമെന്റ്. വളരെ കുറച്ച് പേര് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം വിളിച്ചന്വേഷിക്കും ഞങ്ങളുടെ അവയവം ആർക്കാ കൊടുത്തത്. ഞങ്ങൾ ഇനി ഒരു ആദ്യത്തെ 2-3 മാസങ്ങളിൽ പേര് കൊടുക്കാറില്ല, കാരണം പിന്നെ അവരെന്തെങ്കിലും ഒരു ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവോ. പിന്നെ സ്വീകരിച്ച ആൾക്കാരുമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ പേര് ഷെയർ ചെയ്യാറുണ്ട്. അതർവൈസ് നമുക്ക് ഇത് എങ്ങനെ അവർ ഉപയോഗപ്പെടുത്തുമെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ബട്ട് വി യൂഷ്വലി കൊടുക്കാറുണ്ട് മീറ്റ് ചെയ്യാനുള്ള. കാരണം അവർ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു നോബിൾ ആക്ട് ആണ്, മനസ്സിലായി. ഓർഗൻ അവരുടെ ഒരു ഉറ്റവരുടെ, അതായത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിൽ എടുത്ത ഡെസിഷനാണ്. ആ നഷ്ടപ്പെടുന്ന സമയത്ത് എടുത്തൊരു തീരുമാനത്തിന്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് അവർ അറിയാൻ വേണ്ടിയാണ് അവർ ആരാ സ്വീകരിച്ചത്, അവർ ജീവിച്ചിരിപ്പുണ്ടോ, എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുന്നത്. അത് ഞങ്ങള് നിയമവശങ്ങൾ നോക്കാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് പലരും പോയി മീറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വിളിച്ച് പറയാം. ഭയങ്കര സന്തോഷം അവർക്ക്. ആ ഗ്രീഫിന്റെ ഒരു സൊളേസാണ്, ആ ഒരു ആശ്വാസമാണ്. ആ നഷ്ടത്തിൽ നിന്ന് കിട്ടുന്ന ഈ എന്റെ മകന്റെ അവയവം ഇന്ന ആളോട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാമിലി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടർമാരത് പറയുന്നത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് ഡിനൈ ചെയ്തു. ഈ നഷ്ടപ്പെടുന്ന ബന്ധുവിന് നമ്മൾ ഈ മസ്തിഷ്കമന്റെ സാധ്യതയും അവയവദാനത്തിന്റെ സാധ്യതയും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ആ നഷ്ടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു ആശ്വാസം നമ്മളായിട്ട് നിരാകരിക്കുന്ന പോലെയാണ്. ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. ഞാൻ അതാണ് എല്ലാ IC ഡോക്ടറും പറയുന്നത്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഡൊണേഷൻ കഴിഞ്ഞിട്ടുള്ള ബന്ധുവിന്റെ അവയവം മറ്റതിൽ ജീവിച്ച് കാണുന്ന ആ ഒരു അല്പം ഒരു ആശ്വാസം, ആ നഷ്ടപ്പെടിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പുതുനാമ്പ് എന്നൊക്കെ പറയുന്ന പോലെ, അത് നമ്മൾ ഡിനൈ ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ, ദാറ്റ് ഷുഡ് നോട്ട് ബി എ പ്രാക്ടീസ്. എനി പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ദർ ആർ ഓൾവേസ് കുറച്ചൊരു റിലീജിയസ് സെറ്റ് ബാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം സാർ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. ചില മതവിഭാഗങ്ങളിൽ കുറച്ച് ആശങ്കയുണ്ട്. അവരുടെ ഈ പ്രധാനമായിട്ട് എല്ലാവരുടെ ആശങ്ക എന്ന് വെച്ചാൽ ബോഡി മ്യൂട്ടിലേറ്റഡ് ആകുമോ, വികൃതമായി പോകുന്നു. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ബോഡി ഒരിക്കലും വികൃതമാകത്തില്ല. ഈ ഓർഗൻ റിട്രീവലിന് കഴിയുമ്പോൾ സാധാരണ നമ്മളൊരു ഇൻസിഷൻ എന്ന് വെച്ചാൽ മുറിവ് ഇവിടം തൊട്ട് ഈ ഇതുവരെയുള്ള മുറിവായിടുന്നത്, മുറിവിട്ടിട്ട് ഓർഗൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ പ്ലാസ്റ്റിക് സർജൻ പോലെയാണ് തുന്നുന്നത്. യാതൊരുവിധ മ്യൂട്ടിലേഷനും സംഭവിക്കുന്നില്ല. ആൾക്കാരുടെ എല്ലാവരുടെ ആശങ്ക ഇതാണ്, അയ്യോ എൻ്റെ ബോഡി മ്യൂട്ടിലേറ്റഡ് ആയി പോകുമോ റിട്രീവൽ കഴിഞ്ഞാൽ. ഒരിക്കലും ഇല്ല. ബോഡി ഈവൻ നമ്മൾ ഹാൻഡ് എടുക്കുന്ന ആൾക്കാർക്ക് കൃത്രിമ ഹാൻഡ് വെച്ചു കൊടുത്ത് ഗ്ലൗവും ഇട്ടാണ് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ വികൃതമാക്കുന്ന ഒരു സംഭവമേ ഇല്ല. പിന്നെ നമ്മൾ ഈ റിലീജിയസ് ബിലീഫ്സ് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ്. അത് നമുക്ക് അതിനകത്ത് കൂടുതൽ കയറി നിർബന്ധിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോഴും ഈ എല്ലാ വാട്ടിക്കോൾ കൺസിഡറേഷനും കൂടി, അതായത് മതപരമായ ഇത്, മ്യൂട്ടിലേഷന്റെ കാര്യം, ബന്ധുക്കളുടെ സമ്മതി, ഇതെല്ലാം ചെയ്തിട്ട് മാത്രമേ പ്ലെഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ചുമ്മാ പോയി ആരെങ്കിലും ഡൊണേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലെഡ്ജ് ചെയ്യുന്നതിന് പകരം ഹാവ് എ ഡിസ്കഷൻ അറ്റ് യുവർ ഹോം. കുടുംബത്തിൽ എല്ലാവരും, ഇപ്പൊ ആരെങ്കിലും ഒരാള്, ഇപ്പൊ ഒരു അമ്മാമ പറയാ വേണ്ട മോനെ അവയോ ഒന്ന് കൊടുക്കുന്നതല്ല, ഡോണ്ട് ഗോ ആൻഡ് പ്ലെഡ്ജ്. കാരണം നമ്മള് എല്ലാ കോർഡിനേറ്റേഴ്സിനും പറയുന്നതാ, ആരെങ്കിലും ഫാമിലി മെമ്പറിൽ ഒരാള് പറയുകയാണ് ദിസ് ഷുഡ് നോട്ട് ബി ഡൺ എന്ന് പറയുന്നത്, ഡോണ്ട് ഗോ ഹെഡ് ദി ഡൊണേഷൻ. കാരണം നമ്മൾ പബ്ലിക്കിനെ ഒരു സംശയത്തിൽ നിർത്തി ഡൊണേഷനിലോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
അവരുടെ പൂർണ്ണ കോൺഫിഡൻസോട് കൂടി മാത്രമേ നമ്മൾ ഡൊണേഷൻ പ്രോസസ്സ് കൊണ്ടുപോകുള്ളൂ. പിന്നെയുള്ളതാണ് ഈ റിലീജിയസ് ആശങ്ക. അതും നമ്മൾ പലതും അഡ്രസ്സ് ചെയ്യാവുന്ന അവരുടെ റിലീജിയസ് ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു ക്ലർജിമാനെ വിളിക്കും, നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുറച്ചൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ആശങ്ക, മതപരമായ ആശങ്ക ഉണ്ടെങ്കിൽ അവരുടെ ഒരു മതപുരോഹിതനെ വിളിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു മതപുരോഹിതനെ തന്നെ കൊണ്ടുവന്നു, ഞങ്ങള് സംസാരിച്ചു. അപ്പൊ മതപരമായി വിലക്കുകളില്ല. പിന്നെ ബന്ധുവിന്റെ ഇഷ്ടമാണ്, അൾട്ടിമേറ്റ്ലി ബന്ധുവിന്റെ സൈനാണ് ഇമ്പോർട്ടൻറ്റ്, വെദർ ടു ഗിവ് ഓർ നോട്ട് ടു ഗിവ്. അപ്പോൾ അവരുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് മാത്രമേ നമ്മൾ അവയവ റിട്രീവലിലോട്ട് പോകാം. ഓർഗൻ എടുക്കുന്ന പ്രക്രിയ ഇവരുടെ എല്ലാ ആശങ്കകളും ദൂരീകരിച്ച് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഒരു ആശുപത്രിയും ഫോഴ്സ്ഫുള്ളി ഒരു ഓർഗൻ എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എണ്ണം 10 നിൽക്കത്തില്ല. 4000 റോഡപകട മരണങ്ങളും 10 ഡൊണേഷൻ എന്ന് വെച്ചാൽ 3990 പേര് മസ്തിഷ്കമരണം നിർണ്ണയിക്കപ്പെടുന്ന പോലുമില്ല. മനസ്സിലായി? അപ്പൊ ആൾക്കാർ ഈ ചിലർ പറയുന്നത് മസ്തിഷ്കമരണം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നു. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റോഡ് ട്രാഫിക് പോലീസിന്റെ വെബ്സൈറ്റിൽ പോയാൽ 40,000 ആക്സിഡൻസ് ആണ് നടക്കുന്നത്. അതിൽ 4,000 മരിക്കുന്നുള്ളൂ. അതായത് 36,000 ആൾക്കാർ രക്ഷപ്പെട്ടു പോയതാണ്. ഈ ആശുപത്രികൾ 36,000 പേര് രക്ഷപ്പെടുത്തി, വെറും 4,000 പേര് മരിച്ചു. 4,000 പേര് മരിച്ചതിൽ 10 പേരെ മസ്തിഷ്കമരണം നിർണ്ണയിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും മസ്തിഷ്കമരണം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നില്ല. അത് തെറ്റായ ഒരു എന്താ പറയുക ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ. ഈ അവയവദാനം എന്തോ തെറ്റായ പ്രവണതയാണെന്നുള്ള രീതിയിൽ ചില താല്പര്യകക്ഷികൾ പറഞ്ഞു വിടുക. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഞാൻ ഒന്നും കൂടെ കണക്കുകൾ പറയാം. 36,000 റോഡപകട മരണങ്ങൾ, വെറും 4,000 പേര് മരിക്കുകയും ആ 4,000 പേരിൽ 10 പേര് മാത്രം മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനകത്തൊരു കൃത്രിമത്തിന്റെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, കുറച്ച് സില്ലി ആയിരിക്കും. ഞങ്ങളുടെ ജനറൽ പബ്ലിക് അല്ലെങ്കിൽ ഒരു ലേമാനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം സിനിമയാണ്. അപ്പോൾ സിനിമയിൽ പഴയ സിനിമകളിലൊക്കെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞാൽ എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണുന്നു, ഒരു ഗോസ്റ്റിനെ കാണുന്നു. അപ്പോൾ ഈ യങ്ങർ ജനറേഷൻ, ഇപ്പോൾ മേ ബി ടീൻസ്, ഇപ്പൊ അവർക്കൊക്കെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഓർഗൻ എടുത്താൽ എനിക്ക് അങ്ങനെ വരും, ഇതിന് എന്തെങ്കിലും ഒരു പ്രീ കൗൺസിലിംഗ് നടക്കണോ? ഇല്ല, ഞാനൊരു 12 years ആയി ഫീൽഡായിട്ട് ഡൊണേറ്റ് ചെയ്ത ഫാമിലിയെ അറിയാം, സ്വീകരിച്ച ഫാമിലീസിനെ അറിയാം. ഇങ്ങനെ ഒരവസ്ഥ ആരും ഷെയർ ചെയ്തിട്ടുമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് സ്വീകർത്താവും ദാതാക്കളുടെ ഫാമിലി. എനിക്കറിയാവുന്ന 1-2 ഫാമിലിയുടെ കാര്യങ്ങൾ ഞാൻ ഒരാള് മകന്റെ ഹൃദയം കിട്ടിയ ആള് ഫുട്ബോൾ കളിക്കും. എല്ലാ വർഷവും അവിടെ പോയി ഒന്നിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ ജേഴ്സി വാങ്ങിച്ചു കൊടുക്കുക, ഫുട്ബോൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ കളികൾ കാണുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഇവൻ മരുന്ന് കഴിച്ചോ ഇല്ലെന്ന് താല്പര്യം അവനേക്കാളും കൂടുതൽ ഈ ദാതാവിന്റെ അമ്മയ്ക്കാണ്. അവര് വിളിച്ചു ചോദിക്കുക, മോനെ ഇന്ന് നീ മരുന്ന് കഴിച്ചോ, നീ ഇന്ന് ചെക്കപ്പിന് പോയോ? അവര് കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് അവന്റെ മാസം തോറുള്ള ചെക്കപ്പ്. അപ്പൊ കറക്റ്റ് തലേദിവസം വിളിക്കും, മോനെ ഇന്ന് നിന്റെ ചെക്കപ്പിന്റെ ദിവസമാണ്, നാളെ പോകുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് അവരുടെ കരുതൽ. കാരണം അവർക്ക് മകൻ ജീവിക്കാണ്. അത് ഒരിക്കലും അവർക്ക് സ്വീകരിച്ച ആൾക്ക് ഒരു ബേർഡൻ ആക്കാനല്ല. കാരണം പലരും നമ്മൾ നമ്പർ കൊടുക്കാൻ പറയുമ്പോൾ, സാറേ ഞങ്ങൾ പൈസക്ക് വേണ്ടിയൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ മകന്റെ കിട്ടിയ ആള് ജീവിക്കുന്നുണ്ടോ എന്നറിയാം, അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാം. അവർക്കുള്ളതുപോലെ എനിക്കും ഉത്തരവാദിത്വമുണ്ട് അവന്റെ അവയവം നന്നായിരിക്കാൻ. അതൊക്കെ കാണുമ്പോൾ ഞാൻ ഈ അങ്കമാലിയിലെ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയി, സാധാരണക്കാര്, ആ പയ്യൻ ഓട്ടോ ഡ്രൈവറോ എന്തൊരു കൂലിപ്പണിക്കാരനായിരുന്നു. അതിന്റെ അമ്മ പറയാ, സാറേ ഞങ്ങള് എല്ലാ മാസവും മറ്റേ കിട്ടിയ ആൾക്ക് പൈസ ഇല്ലെങ്കിൽ ഞങ്ങള് പൈസ അയച്ചു കൊടുക്കും മരുന്ന് വാങ്ങിക്കാൻ. ഇവർക്കും പൈസ ഒന്നുമില്ല, അവര് സാധാരണ കൂലിപ്പണിക്കാരത്തിയാണ്. ഷീസില്ലെങ്കിൽ ഞങ്ങള് പൈസ അയച്ചു കൊടുക്കും മരുന്ന് വാങ്ങിക്കാൻ. അവന് പനി വന്ന അമ്മയ്ക്ക് സങ്കടമാണ്, ഇവന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പനി വന്നു. ഇതാണ് ആ ഇമോഷൻസ്. ഇതൊന്നും കാണാതെയാണ് ഇതിന്റെ ബാക്കി നെഗറ്റീവ് വശങ്ങളെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് എന്തൊക്കെയോ ആശുപത്രികള് കള്ളമായി മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്നു, വിൽക്കുന്നു, ഓർഗൻ അവിടെ ചെയ്യുന്നു. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഒരു സ്കാസിറ്റി, അതായത് ഓർഗൻസിന് ഒരു സ്കാസിറ്റി ഉണ്ടാക്കുകയും മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ ഓർഗൻ വേറെ ഏതെങ്കിലും രീതിയിൽ ഒപ്പിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ അതിന് ഇടനിലക്കാരിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനോ അങ്ങനെയുള്ളൊരു താല്പര്യം
ഈ ഒരു നെഗറ്റീവ് മസ്തിഷ്കമലാനന്തര അവയവദാനത്തിനുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ കേരളം ഇങ്ങനെ അല്ലരിക്കുന്നത്. കാരണം കേരളം വളരെ എന്താ പറയാ ശാസ്ത്രീയ ബോധമുള്ള ഒരു സമൂഹമാണ്. പിന്നെ കൊടുക്കണമെന്നപ്പോ നമ്മളിപ്പോ അർജുന്റെ ഒക്കെ ആ ഒരു ഇവന്റ് കണ്ടില്ലേ, എത്ര ജനമാണ് അതിനുവേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ വയനാടിലെ പൊതുജനം ഫുള്ളി വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയാം, ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് ഇത് തുടങ്ങിയ ഉടൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഓർഗനൈസേഷൻ പോയത്. ഒരു 72 ഡോണേഴ്സ് പെർ ഇയർ. ഇപ്പൊ നമ്മൾ ഈ 10 വർഷം കൊണ്ട് 1000 ചെയ്തു. പക്ഷെ ആ 1000 ആദ്യത്തെ 5 വർഷത്തിലാണ്. പിന്നെയാണ് ഈ സിനിമകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റ് എണ്ണം കുറയുന്നില്ല, കൂടി വരിക. ഇപ്പൊ കഴിഞ്ഞ വർഷം 1300 കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് ആണ്. അതിൽ വെറും 10 കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് ആണ് മസ്തിഷ്ക മരണം. അപ്പൊ ഈ 1000 ബാക്കിയില് കുറെയെങ്കിലും ബന്ധുഭേദ അവയവദാനം. അപ്പൊ എന്തുകൊണ്ട് ഈ ബന്ധുഭേദ അവയവദാനം കൂടുന്നു? അപ്പൊ ആരെങ്കിലും ഒക്കെ എവിടേക്കോ ഇത് ഒപ്പിച്ചു കൊടുക്കുന്ന ഒരാൾക്കാരുണ്ട്. അവരാണോ ബോധപൂർവം ഈ മസ്തിഷ്കമലാനന്തര അവയവദാനത്തിന് തകർക്കുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ബ്രെയിൻ ഡെഡ് പേഷ്യന്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്തെങ്കിലും ഒരു മെഡിക്കൽ ലീഗൽ പ്രോസസ് ഉണ്ട്. ആക്ച്വലി എല്ലാ റോഡപകട മരണങ്ങളും മെഡിക്കൽ ലീഗൽ കേസസ് ആണ്. അപ്പം റോഡപകട മരണങ്ങൾ മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക മരണത്തിൽ പോലീസ് ഏർലി പാർട്ട് തന്നെ ഇൻവോൾവ് ആണ്. അതായത് വൺസ് യു സർട്ടിഫൈ ബ്രെയിൻ സ്റ്റെം ഡെത്ത്, അത് സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്വമാണ് നിയർ ബൈ സ്റ്റേഷനിൽ അറിയിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ, നമ്മൾ നിയർ ബൈ സ്റ്റേഷനിൽ ഇപ്പോൾ ഉദാഹരണം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് ഒരു കേസായിട്ട് എടുക്കും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു റോഡപകട മരണം ഉണ്ടായ ഒരാൾ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. അപ്പോൾ സൂപ്രണ്ട് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്തോടൻ അവിടുത്തെ നിയർ ബൈ പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നു. അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. അപ്പോൾ അപ്പോൾ അവർ ആദ്യത്തെ ചോദ്യം, ഈ അപകടം എവിടെയാണ് സംഭവിച്ചതെന്ന്. കരുനാഗപ്പള്ളിയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് FIR-ഉം ഇൻക്വസ്റ്റും തയ്യാറാക്കണമെങ്കിൽ കരുനാഗപ്പള്ളിയുടെ പോലീസ് വരണം. അതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ്. അപ്പം ഞങ്ങള് അതിന് ഫെസിലിറ്റി ചെയ്യാൻ ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, വെദർ ദാറ്റ് കേസ് ഫയൽ ക്യാൻ ബി ട്രാൻസ്ഫർഡ്. പക്ഷേ അത് CRPC അനുസരിച്ച് പറ്റില്ല. അത് ക്രൈം നടന്ന സ്ഥലത്തെ പോലീസായിരിക്കണം ഇൻക്വസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ, കാരണം അവർക്ക് അത് സാഹചര്യങ്ങൾ അറിയാവുള്ളൂ. അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നു, ക്രൈം നടന്ന പോലീസ് സ്റ്റേഷൻ ഏത് സ്ഥലമാണ് അവിടെ അറിയിക്കുന്നു, അവർ വരണം ബിഫോർ റിട്രീവൽ. വന്ന് ബന്ധുക്കൾ സംസാരിക്കും. അതായത് നിങ്ങളുടെ അടുത്ത് ആശുപത്രി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, മസ്തിഷ്കമരണം സംഭവിച്ച സ്ഥിരീകരിച്ചോ, നിങ്ങൾ അവയവദാനത്തിന് സമ്മതമാണോ എന്നെല്ലാം ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ അവരെടുക്കും. എന്നിട്ടാണ് ബോഡി റിട്രീവലിന് പോകുന്നത്, ഓർഗൻ എടുക്കാൻ പോകുന്നത്. ഓർഗൻ എടുത്ത് തിരിച്ചു വന്നിട്ട് ഇവരെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ഡോക്ടറെ ഇൻഫോം ചെയ്യും, പോസ്റ്റ്മോർട്ടം നടക്കും. ഇത്രയും പ്രോസസ് ഉണ്ട്. ഇതൊന്നും ബൈപ്പാസ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ ഓർഗൻ എടുക്കുന്നത് കൊണ്ടോ ഒന്നും. എല്ലാ മെഡിക്കൽ ലീഗൽ പ്രോസസ്സും അതിൻ്റെതായ ടൈമിങ്ങിൽ ഇതെല്ലാം ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ ചലഞ്ച്. അത് ഞാൻ പറയാം, ഹോസ്പിറ്റൽ അതോറിറ്റീസ് എന്തുകൊണ്ട് ഇതിനോട്ട് മുന്നോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് ഇതെല്ലാം അവരുടെ ചലഞ്ചും കൂടെയാണ്. അപ്പൊ ഇവിടെ പലപ്പോഴും ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യേണ്ടി വരും. കാരണം ഒരു പ്രാവശ്യം ഇവിടെ എറണാകുളത്തൊരു ആശുപത്രിക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് അവർ ആദ്യമായിട്ട് ഡൊണേഷൻ നടത്തുക. അവർക്ക് പോലീസ് വന്നിട്ട് സമ്മതിക്കുന്നില്ല റിട്രീവലിന്. കാരണം പോലീസ് അറിയത്തില്ല ഇങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചു. അപ്പോൾ അത് ഞാൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. ഞാൻ റിട്രീവൽ തീരുന്നവരെ മുഴുവൻ നിൽക്കേണ്ടി വരുന്നു. അത് അങ്ങനത്തെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് എനിക്കത് അഡ്രസ് ചെയ്യേണ്ടിയുണ്ട്. നോട്ട് അഡ്രസ് പ്രോപ്പർലി. So now let's go back to 2012, sir. The night when you planned the first ഒരു organ transplant retrieval. അപ്പൊ അന്നത്തെ രാത്രി സാർ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്താ ചെയ്യണ്ടേ. ഇപ്പൊ ഞങ്ങൾക്ക് പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് അറിയാം, റിലേറ്റീവ്സിന്റെ ബുദ്ധിമുട്ട് അറിയാം. സാറിന് ആ രാത്രി ആൻഡ് ഫോർത്ത് കമ്മിങ് നൈറ്റ്സ് എങ്ങനെയായിരുന്നു? ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞേ, നേരത്തെ നമുക്ക് ഒന്നും അറിയില്ല, തിയറി മാത്രം അറിയൂ. ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ളൂ. അതിന്റെ മെഡിക്കൽ ലീഗൽ ചലഞ്ചസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻ്റെ HOD എൻ്റെ മെന്ററും തന്നെ ഡോക്ടർ രാംദാസ് പിഷാഡ്, ഹി വാസ് എ കണക്ടിങ് ലിങ്ക് ഫ്രം ടു ദ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന്റെ പെർമിഷൻ നമുക്ക് ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് ബീങ് ഡൺ ഇൻ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലെവലും, അതായത് ഫ്രം റിട്രീവൽ തിയേറ്റർ ഓർഗനൈസ് ചെയ്യണം, റെസിപ്പിയനെ പ്രിപ്പയർ ചെയ്യണം, റെസിപ്പിയൻ തിയേറ്റർ സ്വീകർത്താവിന്റെ തിയേറ്റർ ഓർഗനൈസ് ചെയ്യണം, ഈ സ്വീകർത്താവിനെ ഡയാലിസിസ് ചെയ്ത് മെഡിക്കലി ഫിറ്റ് ആക്കണം. ആ മെഡിക്കൽ ഫിറ്റ്നസിനോട് കാർഡിയോളജിസ്റ്റ് വേണം, ശ്വാസകോശ ഡോക്ടർ വേണം, മെഡിക്കൽ കാസ്റ്റർ വേണം. ഇവരെല്ലാവരുടെയും കാല് പിടിക്കണം, ഇവരെല്ലാം വന്ന് കാണണം.
പിന്നെ അൾട്രാസൗണ്ട് ചെയ്യണം. ഈ ഇവന്റ് ഒറ്റ ദിവസം കൊണ്ട് തീരത്തില്ല. ഇത് ആ പെർട്ടിക്കുലർ ഇവന്റ് തന്നെ പ്രോബ്ലി 24 to 30 ചില 48 hours. പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളെ നോക്കണ്ടേ. ബീങ് എ നെഫ്രോളജിസ്റ്റ് ഞാൻ തന്നെയാണ് സ്വീകർത്താവിനെ നോക്കേണ്ടത്. അപ്പൊ സ്വീകർത്താവിനെ നോക്കണം ICUല്. അപ്പൊ ഒരു 5 to 7 days സ്ലീപ്ലെസ് നൈറ്റ്സും ഒരു hundreds of ഫോൺ കോൾസും ഡെയിലി. അതാണ് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇപ്പൊ ട്രിവാൻഡ്രത്തെ എണ്ണം കുറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇൻവോൾവ്മെന്റ് കുറച്ച് കുറഞ്ഞു. സത്യസന്ധമായി പറയാം, ഇൻവോൾവ്മെന്റ് കുറഞ്ഞു. കാരണം മറ്റത് എങ്ങനെയാ ശരിയാ, മസ്തിഷ്ക മരണം സംഭവിക്കുന്നു എന്ന് ഏതെങ്കിലും ന്യൂറോസിനെ അറിയിച്ചാൽ തന്നെ അപ്പത്തൊട്ട് ഞാൻ ഡയറക്ട്ലി ഗെറ്റിംഗ് ഇൻവോൾവ് ആണ്. ഫ്രം മെയിൻറ്റെയിനിങ് ദ ഡോണർ. ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് കുറെ പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. BP കറക്റ്റ് ആയിരിക്കണം, മരുന്നുകളൊന്നും കൊടുത്തിരിക്കാൻ പാടില്ല, എല്ലാ മരുന്നിന്റെയും ഹാഫ് ലൈഫ്, അതായത് മരുന്ന് ബ്ലഡിൽ നിന്ന് മാറണം. ഈ അനസ്തീഷ്യ മരുന്നുകൾ അല്ലെങ്കിൽ മസിൽ റിലാക്സൻസ് എല്ലാം മരുന്ന് മാറണം, ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസ് പാടില്ല. ഇതെല്ലാം ചെക്ക് ചെയ്ത് BP സ്റ്റേബിളായി നിർത്തണം, സോഡിയം ലെവൽ നോർമൽ ആയിരിക്കണം, തൈറോയ്ഡ് ഹോർമോൺ നോർമൽ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മസ്റ്റ് ചെയ്യാം. ഇതൊരു ഹ്യൂജ് ടാസ്ക് ആണ്. അപ്പൊ പല പ്രാവശ്യം നമ്മൾ സ്വന്തം കാശ് ചെലവാക്കിയാണ് പല മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അത്രയും മെനക്കേടാണ് അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ റിട്രീവലിന് നമ്മൾ കിഡ്നി ഒരു ഹോസ്പിറ്റലായിരിക്കും, ലിവർ വേറെ ഹോസ്പിറ്റൽ, ഹാർട്ട് വേറെ ഹോസ്പിറ്റൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ വേറെ, പാങ്ക്രിയാസ്. ഈ 4 ആശുപത്രികൾ 5 ആശുപത്രികൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവരെപ്പോഴാണ് വരാൻ പോകുന്നത് തിയേറ്ററിൽ. അപ്പൊ തിയേറ്ററിന് അവിടുത്തെ സൂപ്രണ്ടിന്റെ പെർമിഷൻ വാങ്ങിക്കണം. ഈ 5 ആശുപത്രിയിൽ നിന്ന് ഇന്ന ആൾക്കാർ. അപ്പൊ സൂപ്രണ്ട് ആരാ വരുന്നത്, ആരെങ്കിലും വന്ന് നമുക്ക് തിയേറ്ററിൽ കയറ്റാൻ പറ്റുമോ? അവിടെ നിന്ന് വിളിച്ച് പറയും സാറേ നിങ്ങൾ ലെറ്റർ തരണം, ഹു ഓൾ ആർ കമ്മിങ്, ഡോക്ടർ ആരാ, നഴ്സ് ആരാ, തിയേറ്റർ അസിസ്റ്റന്റ് ആരാ, എത്ര ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരുന്നു. കാരണം ഇവിടെ വന്ന് ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോയി ഞാൻ ഉത്തരം പറയേണ്ടി വരും മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇങ്ങനെ എല്ലാം വരിക. പിന്നെ ബോഡി ഹാൻഡിങ് ഓവർ ചെയ്യണമല്ലോ, അതും അതിൻ്റെതായ കുറെ ലോജിസ്റ്റിക് ഡിഫിക്കൽട്ടീസ് ആണ്. ഇത് എല്ലാ ട്രാൻസ്പ്ലാന്റും ഈ എല്ലാ പ്രവൃത്തിയും ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായി? ആൻഡ് വി ഡോണ്ട് ഹാവ് എ മെക്കാനിസം അല്ലെങ്കിൽ സിസ്റ്റം ബിൽഡ് ആയിട്ടില്ല ഇതുവരെ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ, ഈ വർക്ക് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഇപ്പൊ ഒരു ഓർഗൻ ഹാർട്ട് ശ്രീചിത്ര എന്ന് എറണാകുളത്ത് കൊണ്ടുവരണം. ഹാർട്ട് കൊണ്ടുവരാൻ ഹെലികോപ്റ്റർ റിക്വസ്റ്റ് വേണം. ഹെലികോപ്റ്റർ റിക്വസ്റ്റ് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐ ഹാവ് ടു റൈറ്റ് ടു ADGP ഹോം ആൻഡ് ലോ ആൻഡ് ഓർഡർ ദാറ്റ് വി റിക്വസ്റ്റ്. അപ്പോൾ അവിടെ പക്ഷെ പോലീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു റിക്വസ്റ്റ് എലിസിറ്റ് ചെയ്താൽ they will be assigning each person for each work. ഭയങ്കര ഒരു വർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഭയങ്കര. പിന്നെ അങ്ങോട്ട് ഓരോ 10 മിനിറ്റിലും പലയിടത്തും വിളിക്കും. എറണാകുളത്തെ പോലീസ് കമ്മീഷണർ അവിടെ ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടാവും, ട്രിവാൻഡ്രത്തെ പോലീസ് കമ്മീഷണർ അവിടെ അസൈൻ ചെയ്ത്. പക്ഷെ പോയിന്റ് ഓഫ് കോണ്ടാക്ടില് ഞാനാ. എല്ലാവരും എന്നെ വിളിക്കുന്ന, ഏത് ആംബുലൻസ്, ആരാ പോണത്, നമ്പർ ഏതാ, ഫോട്ടോ എന്താ, ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം അവർക്കും ഇമ്പോർട്ടന്റ്. റിട്രീവൽ തീരുമ്പോൾ പോലീസ് എസ്കോർട്ട് വേണം ടു ദ എയർപോർട്ട്. അപ്പൊ അവര് പോലീസ് വെഹിക്കിൾ വന്ന് വെയിറ്റ് ചെയ്തിട്ട് സാറേ എപ്പോ റിട്രീവൽ അടക്കാറായോ, ഹെലികോപ്റ്റർ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അതിന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് പൈലറ്റ് വിളിക്കും, സാറേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയണം, എന്നാൽ എനിക്ക് എൻജിൻ ഓൺ ചെയ്ത് എയർ ട്രാഫിക് ക്ലിയറൻസ് വേണം, പോകണ്ടേ. അപ്പൊ എയർ ട്രാഫിക് കൺട്രോളർ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. യു ഹാവ് ടു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ വെച്ചാൽ അറൌണ്ട് എനിക്ക് തോന്നുന്നു 500 to 1000 പീപ്പിൾ ഇൻവോൾവ് ആണ് ഒറ്റ ട്രാൻസ്പ്ലാന്റില്. ആൻഡ് ഗവൺമെന്റ് മെഷീനറി ഒരു ഗവൺമെന്റ് മെഷീനറിയുടെ ഒരു ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. അത് സിസ്റ്റം അറിയുന്നേ ഇല്ല. എല്ലാവരും വിചാരിക്കുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരു സർജൻ വന്ന് പേപ്പറിൽ കാണിക്കുന്നു ഞാൻ ഹാർട്ട് ചെയ്തു. ബിഹൈൻഡ് ദാറ്റ് വാട്ട് ഹസ് ഹാപ്പൻഡ്, government has put in lot of effort from getting an organ to reach there in time. ഇപ്പൊ ഈവൻ ഇപ്പൊ ട്രാഫിക് പോലീസ് പോട്ടെ, റോഡിലാൾക്കൂടെ ആണെങ്കിൽ they regulate the entire stretch from Trivandrum to എറണാകുളം. അപ്പൊ അവര് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇൻഫോം ചെയ്യും. ഒറ്റ ക്രോസ് റോഡ്സിലും ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ സമയത്ത് ടൈമിലി ക്രോസ് റോഡ്സ് അടയ്ക്കുന്നു. അപ്പൊ ഇതാണ് ഒരു ഡിസീസ് ഡൊണേഷന്റെ ആ ഒരു ഗവൺമെന്റൽ ഇൻവോൾവ്മെന്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പബ്ലിക്, ഒരു ആശുപത്രി, ഒരു സ്വകാര്യ ആശുപത്രി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു, എല്ലാവരും കാണുന്നു. ബട്ട് ദ എഫേർട്ട് ബിഹൈൻഡ് ദാറ്റ് ഫ്രം ദ ഡോണർ ഫാമിലി കൗൺസിലിംഗ് ഓൺവേർഡ്സ് അതുപോലും ആൾക്കാർ അറിയുന്നില്ല. ആരെങ്ങനെ സംസാരിച്ചു, അവരെങ്ങനെ സമ്മതിച്ചു, ആ ഫാമിലി ആരാ, അതുപോലും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത്രയും ഒരു വലിയൊരു ഡെസിഷൻ എടുത്ത, ഇത്രയും ഒരു മാഗ്നാനിമസ് ഡെസിഷൻ എടുത്ത ഫാമിലി ആരാ, അവരുടെ പോസ്റ്റ് ഡൊണേഷൻ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പഠനം നടത്തി, അതായത് പോസ്റ്റ് ഡൊണേഷൻ ഫാമിലി എക്സ്പീരിയൻസ്.
അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ പിന്നെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ്. നിങ്ങളെല്ലാവരും ആ ട്രാൻസ്പ്ലാന്റ് സർജറിയെ കൊട്ടിഘോഷിച്ചു, നിങ്ങൾ പേപ്പറിൽ പടം വിട്ട്, ഞങ്ങളെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കാരണം കുറച്ച് പേരെങ്കിലും വളരെ പാവപ്പെട്ടവരാണ്, അവരുടെ സോൾ ബ്രെഡ് വിന്നറാണ് മരിച്ചിരിക്കുന്നത്. അതിനുശേഷം വാട്ട് സോഷ്യൽ സപ്പോർട്ട് യു ആർ ഗിവിങ് അസ്? ഈവൻ വളരെ കുറച്ച് പേരെങ്കിലും ചില റെസിപ്പിയൻസ് എങ്കിലും റൂഡായിട്ട് പെരുമാറും. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആ പാവം ഫാമിലിയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പൈസ ഒക്കെ അടച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ജസ്റ്റ് ലൈക്ക്, മനസ്സിലായി? നമ്മൾ തന്നെ അതിശയിച്ചു, ഇത്രയും ഇൻഹ്യൂമൻ ആണ് ആൾക്കാർ. മനസ്സിലായ? ഹീസ് ലിവിങ് ബിക്കോസ് സംബഡി ഹാസ് ഡൊണേറ്റഡ്, സംബഡി സൺ ഹാസ് ലോസ്റ്റ് ദ ലൈഫ്. ഒരാളുടെ മകൻ മരിച്ച ആ അവയവത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അയാളുടെ അടുത്ത് നമ്മൾ ചോദിക്കാൻ പാടില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കുട്ടിയുടെ സ്കൂൾ ഫീസ് അടച്ചു കൊടുക്കാമെന്നായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക. അതുപോലും നിരാകരിക്കും. ഡോക്ടർ ഇനി എന്നെ വിളിക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് ഒരു ഫാമിലി ഒരു കണ്ണ് കിട്ടിയ ഒരാളുടെ കണ്ണ് ആർക്ക് കിട്ടിയെന്ന് അറിയണം, ഞങ്ങൾക്ക് ഒന്നിനുമല്ല ഡോക്ടറെ, എൻ്റെ മകൻ്റെ കണ്ണിലൂടെ അവർ കാണുന്നത് എനിക്ക് കണ്ടാൽ മതി. ദേ റിഫ്യൂസ് ടു സീ ദാറ്റ് പേഴ്സൺ. മനസ്സിലായി? ഇതാണ് അനദർ പാർട്ട് ഓഫ് ഇറ്റ്. ഇതും നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അവർ ചിലപ്പോഴേ പറയും, ഡോക്ടറൊക്കെ സംസാരിച്ചോണ്ടല്ലോ ഞാൻ സമ്മതിച്ചത്, ഇങ്ങനെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി ഞാൻ എൻ്റെ ബന്ധുക്കൾ തുറ ആരും ഡൊണേറ്റ് ചെയ്തു, അത്ര നെഗറ്റീവ് ആക്കി കളയും. ദിസ് ഇസ് വാട്ട് ഇതൊന്നും നോബഡി നോസ് ബിഹൈൻഡ് ദിസ്. ഞാൻ പറയുന്ന ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഇസ് ഇൻഡോമസ്. മനസ്സിലായി? ദ ഇൻഫ്രാസ്ട്രക്ചർ, ദ മാൻ പവർ, എത്ര മാൻ പവർ ആണ്, നിങ്ങൾ എത്ര പോലീസുകാരാണ് ടു കോർഡിനേറ്റ് വൺ റിട്രീവൽ. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും റിട്രീവൽ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, തിയേറ്റർ പറയും, പക്ഷെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഞാൻ നേരത്തെ പോലീസ് 8 മണിക്ക് തുടങ്ങുന്നു, അവരവിടെ 8 മണിക്ക് വന്ന് നിൽക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് വിളിച്ചുകൊണ്ടിരിക്കും, എത്ര മണിക്ക് റിട്രീവൽ സ്റ്റാർട്ട് ചെയ്യും? അത് സാറേ 12 മണിയാവും, 2 മണിയാവും, 4 മണിയാവും. ഇവിടെയും പോലീസ് ഇപ്പൊ ട്രിവാൻഡ്രം, എറണാകുളം 2 ഡിസ്ട്രിക്ട് അലേർട്ടാണ്. ഇൻ ബിറ്റ്വീൻ ഡിസ്ട്രിക്ട്സ് ആർ ഓൾസോ അലേർട്ടഡ്. അപ്പൊ ഇവരെല്ലാം റെഡിയാണ്. അപ്പൊ റിട്രീവൽ ഗെറ്റിംഗ് ഡിലേഡ് വിത്ത് ടെക്നിക്കൽ റീസൺസ്. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാറാകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരും. വൺ ടൈം ദ ഹാർട്ട് ഗോട്ട് അറസ്റ്റഡ് ആൻഡ് the entire process we dismantled. അപ്പൊ സിസ്റ്റം കംപ്ലീറ്റ് അവർക്ക് ഇത് ഇൻട്രിക്കസ് അല്ല. അപ്പൊ ഞാനും സമാധാനം പറയണം, ഇതെന്താ എല്ലാം നിർത്തിയോ? സാറേ ഹാർട്ട് നിന്ന് ഉപയോഗിക്കുന്നില്ല. Then sometimes they'll get irritated also, but they don't understand it all. അപ്പൊ ഇതൊന്നും പബ്ലിക്ക് മനസ്സിലാക്കുന്നില്ല. ദ എഫേർട്ട് ബിഹൈൻഡ് ഗവൺമെന്റ്. ഇപ്പൊ ആൾക്കാർ ചോദിക്കും, എന്തിനാ ഈ കേസോട്ടോ എന്താ ചെയ്യുന്നത്? കേസോട്ടോ ഈസ് ഡൂയിങ് ദ വിച്ച് ഇസ് നോട്ട് സീൻ ബൈ ദ പബ്ലിക്. ആശുപത്രികൾ അവരുടെ സ്വീകർത്താവിനെ കാണിച്ചു പരസ്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു, because probably they are selling themselves. Right. പക്ഷെ we can't sell ourselves, but we are doing the work here. And coordinating the entire government system, multiple hospital for timing of the process and all. And also we are doing donation, family follow-up to make them at least comfortable, not happy, at least comfortable. അവിടെയും പോലും ഞാൻ പറയാം, ഈ ഫിലാന്ത്രോപ്പി സപ്പോർട്ട് ഒന്നും we are not getting much. But some people help donor family, അങ്ങനെയൊക്കെ. പക്ഷെ what I see is we should have some system to help at least some donor family who really require. കാരണം എനിക്കറിയാം, ഒരു ബാർബർ ഷോപ്പിലെ പയ്യൻ, അവൻ രാത്രി കട അടച്ച് വണ്ടി എടുത്ത് തൊട്ടടുത്ത എൻ്റെ അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ പോയി. ഈ വെന്റിന്റെ ഒരു ആക്സിഡന്റ്. അവന്റെ അമ്മ പറയാം, സാറേ അവനായിരുന്നു ഞങ്ങളുടെ അത്താണി, ഹീസ് ലോസ്, ഹീസ് നോ മോർ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അവർക്ക് ആ ബാർബർ നടത്താൻ പറ്റത്തില്ല, വേറെ ആരും ഇല്ല അവർക്ക്. ദേ സ്റ്റാൻഡേർഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിന് വി ഷുഡ് ഡെവലപ്പ് എ സിസ്റ്റം ടു സപ്പോർട്ട് ദോസ് തിങ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും വൃക്ക കിട്ടുന്നില്ല എന്ന് നമ്മളൊരു പരാതി പറയുന്നു. വൃക്ക കൊടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈ മസ്ജിദ് സംഭവിച്ച ഒരു ഫാമിലി മെമ്പർ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വാട്ട് സൊസൈറ്റി ഈസ് ഗിവിംഗ് ബാക്ക്? ഇപ്പോൾ സാർ ഇപ്പോൾ സിസ്റ്റമിൻ്റെ പറ്റി പറഞ്ഞു. Till now, why have we not been able to implement a system for this? ഒന്ന്, നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റ് ആക്ടിവിറ്റി മെജോറിറ്റിയും പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെന്റേർഡ് ആണ്. അപ്പൊ ഗവൺമെന്റിന് അതിനകത്ത് കൂടുതൽ സിസ്റ്റം ബിൽഡിംഗ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മൾ വെളിയിൽ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു വർഷം 1300, നമ്മൾ നേരത്തെ പറഞ്ഞു 1300 ട്രാൻസ്പ്ലാന്റ് നടക്കുകയും മെഡിക്കൽ കോളേജുകളെല്ലാം കൂടെ ഒരു 30-40 നടക്കും.
അതുകൊണ്ട് ഗവൺമെന്റ് ഇസ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് മണി ഇൻ ടു ഇറ്റ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഒന്നിൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ആകണം. ട്രാൻസ്പ്ലാന്റ് ആക്ട് ഗവൺമെന്റ് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിലൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ഉണ്ട്. ദാറ്റ് വിൽ ബി ഒരു പാത്ത് ബ്രേക്കിംഗ് ഇനിഷ്യേറ്റീവ്. എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ടും ആക്സസിബിൾ ആകുന്ന ഒരു പ്രൈസിങ്ങോട് കൂടിയായിരിക്കും ആ ട്രാൻസ്പ്ലാന്റ് സെന്റർ തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് എവിടെ നിന്ന് ദാതാവ് കിട്ടും? ദാതാക്കളെ നമ്മൾ എങ്ങനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദാതാക്കള് മസ്തിഷ്കമന നമ്മൾ ഒന്ന് ജീവിച്ചിരിക്കുന്നവരുടെ അവയവദാനം, ബന്ധുവേതര അവയവദാനം നിരുത്സാഹപ്പെടുത്തിയേ പറ്റൂ. അത് ഗവൺമെന്റ് ആയ സ്ട്രോങ് പോളിസി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് അക്കാര്യത്തിൽ. അത് രണ്ട്, മസ്തിഷ്കമരണ അവയവദാനത്തിന് മുന്നോട്ട് വരുന്ന ഫാമിലി നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അപ്പം നമ്മൾ ഒരു ലോകാരോഗ്യ സംഘടനയുടെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളിൽ നമ്മളും കമ്മിറ്റഡ് ആണ്. അതിനകത്ത് ഹ്യൂമൻ ഓർഗൻ ഇസ് നോട്ട് ഫോർ ട്രേഡ് ഓർ പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആകാൻ പാടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി കോമ്പൻസേറ്റഡ് ഓൾസോ. ആ ഒരു എത്തിക്കൽ ഡിലമയുണ്ട് അവിടെ. ഇപ്പം നമ്മളൊരു മസ്തിഷ്കമരണം സംഭവിച്ച ആൾക്കൊരു പാരിതോഷികം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം, അത് പെർമിറ്റഡ് അല്ല. നമ്മുടെ ലോകത്തിലെ ഒരു മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് പെർമിറ്റഡ് അല്ല. ബട്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം. ഉദാഹരണത്തിന് അവര് ഇൻകം ഏർണറാണ് മരിക്കാന്ന് വെക്കുക, ആൻഡ് അവർക്ക് വേറെ ഒരു സ്കോപ്പും ഇല്ലെങ്കിൽ അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷന് ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയറിന് ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉപജീവന മാർഗത്തിനുള്ള, അത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റായിട്ട് ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാളും NGOസും ഫിലാന്ത്രോപ്പിസ്റ്റും ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഈ ആക്ടിവിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രോബ്ലി കുറച്ചും കൂടെ ആളുകൾക്ക് ഇതിനോട്ട് മുന്നോട്ട് വരാനൊരു അതൊരു ഈ അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അവരെ ഡെസിഷനിലോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് റോങ്. മനസ്സിലായോ? ഈ ഡെസിഷൻ പ്യുവർലി ആൾട്രിസ്റ്റിക് ആയിരിക്കും, വിതൗട്ട് എനി ഇന്റൻഷൻ. ബട്ട് ആസ് എ സൊസൈറ്റൽ റെസ്പോൺസ്, സാമൂഹിക ഉത്തരവാദിത്വം നിലയിലാണ് നമ്മൾ രണ്ടാമത് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഇതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പാടില്ല. ദാറ്റ് ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ് ഓൾസോ. അതുകൊണ്ടാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഞങ്ങൾ ഇന്നൊക്കെ തരുമെന്ന് പ്രഖ്യാപിക്കാൻ ഒരു സിസ്റ്റത്തിനൊരു ഡിഫിക്കൽട്ടി ഉള്ള. അപ്പോൾ സട്ടിലായിട്ട് വി നീഡ് ഹെൽപ്പ് ഫോർ building some system to support the donor family. Right. And that should not be the motive for donation. Correct. മനസ്സിലായി? ഈ സപ്പോർട്ട് കിട്ടും, അതുകൊണ്ട് ഞാൻ ഡൊണേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും ഡോണർ ഫാമിലിയെ ഇൻസെന്റിവൈസ് ചെയ്യാൻ. ദിസ് ഇസ് കോൾഡ് ഇൻസെന്റിവൈസേഷൻ. ഇപ്പൊ ഇൻസെന്റിവൈസേഷൻ ഓഫ് ഡോണർ ഫാമിലി ഇസ് നോട്ട് പെർമിറ്റഡ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ഇൻസെന്റീവിലോട്ട് എത്തിക്കാൻ പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വെച്ച് ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ജെന്യുവൻ കേസസിനെ ഐഡന്റിഫൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ നല്ലതാണ്. ദാറ്റ് ഷുഡ് നോട്ട് ബി എ മോട്ടിവേഷൻ ഫോർ ഡൊണേഷൻ. ഇപ്പോൾ സാർ ഇപ്പോൾ കണ്ടമാനം നേരം ഇപ്പോൾ യു മെൻഷൻ അബൌട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ഫോർ യു ഫോർ ഡൂയിങ് ഓൾ ദിസ് തിങ്. വാട്ട് വാസ് ദ സപ്പോർട്ട് ഓഫ് യുവർ ഫാമിലി ഈ ഒരു പ്രോസസ്? ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് എന്തായിരുന്നു? ഫാമിലി സപ്പോർട്ട് ബേസിക്കലി അതില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. മനസ്സിലായി? ഫ്രം ദ ഡേ വൺ എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകത്തില്ലായിരുന്നു. വീട്ടിൽ പോവുക, ഇടയ്ക്ക് പോവുക, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരിക, ഫ്രഷ് ആകുക, തിരിച്ചു വരിക, അങ്ങനത്തെ ഒരു. ആൻഡ് ദിസ് ഈസ് ബീങ് കണ്ടിന്യൂഡ് ഫോർ 12 years. ഐ തിങ്ക് മോർ ദാൻ 12 years ഇപ്പോൾ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൊണേഷൻ wherever it happens, ഇപ്പൊ ഞാൻ ഡയറക്ട്ലി ഇൻവോൾവ് അല്ലെങ്കിലും I'll get around 150 phone calls, so that coordination has happened to the police, to the hospital, to the retrieval centers, the surgeons. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഐ ഹാവ് ടു റെസ്പോണ്ട്, റൈറ്റ്? ഈവൻ അവര് വേറൊരു കോർഡിനേറ്ററിനോ അല്ലെങ്കിൽ എൻ്റെ ഒരു താഴത്തെ ഓഫീസറിനോ സംസാരിച്ചാലും പീപ്പിൾ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഫ്രം മീ. ഐ നീഡ് ടു റൈറ്റ് ലെറ്റേഴ്സ്, മെയിൽസ് and all. അപ്പോഴത്തെ ടൈം എനിക്ക് തോന്നുന്നു എൻ്റെ 2 മക്കളും ഡോക്ടർ ആണ്ടാന്ന് തീരുമാനിച്ചത് എൻ്റെ പ്രവൃത്തി കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവര് ചോദിക്കുന്ന ഇത്രയും എഫേർട്ട് വൈ യു ആർ ടേക്കിംഗ്, യു ആർ ruining your health എന്നാണ് അവർ പറയുന്നത്. I was going to come to that. About how much is your health getting affected? And more than that,
ബ്രിക്ക് ബാറ്റ്സ് ഉണ്ട്. അതായത് ഞാനിത് ചെയ്യുന്നത് എന്തൊക്കെയോ മോട്ടിവേഷന്റെ പുറത്താണെന്ന് പറഞ്ഞ ആരോപണങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ ലെറ്റർ എഴുതുകയാണ് ഗവൺമെന്റിനും സെക്രട്ടറിക്കും ഒക്കെ. ഇവൻ ഒരു കിഡ്നി അവയവദാനം നടക്കുമ്പോൾ 2 കോടി വാങ്ങിക്കുന്നു, ഇപ്പൊ ഓൾറെഡി 202 കോടിയായി എന്നൊക്കെ പറഞ്ഞ ലെറ്റർ എഴുതി എന്നെ ഡീഫെയിം ചെയ്യാം. പീപ്പിൾ ആർ ബിഹൈൻഡ് ദിസ്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് അവരുടെ മോട്ടീവ് എന്ന്. അത് ഈ ഈ അതായത് പണ്ട് നോഡൽ ഓഫീസർ നാളെ ഇപ്പൊ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഇവൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി അവൻ ഓരോ ആഴ്ചകളിലും ഓരോ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് എന്ന് വരെ ലെറ്റർ എഴുതുന്ന ഗവൺമെന്റാണ്, ഗവൺമെന്റിനും വിവരാവകാശ കമ്മീഷനും. സോ മൈ അക്കൗണ്ട്സ് ആർ ഓപ്പൺ, മൈ അസറ്റ്സ് ആർ ഓപ്പൺ, എവരി വൺ ക്യാൻ. സത്യം പറഞ്ഞ ബാങ്കിൽ പൈസ ഒന്നുമില്ല. എൻ്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. പല ടൈമിലും ആംബുലൻസ് ഡ്രൈവറിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അതർവൈസ് അവർ പോകത്തില്ല. കോളേജ് വിളിച്ചപ്പോൾ പറയാം ഇപ്പൊ ആംബുലൻസ് ഓട്ടം പോയിരിക്കുകയാണ്, ഐ കാൻ ഡിലേ ദ പ്രോസസ്. ഞാൻ പറയും നിങ്ങൾ ഈ പൈസ വെച്ച് നിങ്ങൾ പൊക്കോ. ദിസ് ഇസ് ഹൗ ഐ ഡൺ. പിന്നെ പല പ്രാവശ്യം അവയർനെസ് ക്ലാസ്സസ് ഐ ട്രാവൽ അക്രോസ് കേരള. നോബഡി ഗിവ്സ് എനി മണി ഫോർ ട്രാവൽ ഓർ സംതിങ് ദാറ്റ്. ആൻഡ് ഇത് ഓവർ ആൻഡ് അബവ് മൈ routine work as a professor of nephrology. I have postgraduate students, I have patient care റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെയാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഇതെന്തോ എനിക്ക് പൈസ കിട്ടിയിട്ടാണ് ചെയ്തത്. ഐ ഡോണ്ട് ഹാവ് ഈവൻ എനി അലവൻസസ് ഫോർ ദാറ്റ്, എക്സ്ട്രാ അലവൻസസ് ഫോർ ഡൂയിങ് ദിസ് എക്സ്ട്രാ ജോബ്. സോ ദിസ് ഇസ് ഹൗ. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ മക്കൾ പറയുന്ന സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, ടെൻഷൻ, ഇമോഷണൽ സ്ട്രെസ്, പിന്നെ ഇടയ്ക്ക് പത്രങ്ങളിൽ ആരോപണങ്ങൾ, സോഷ്യൽ മീഡിയ. ബട്ട് വാട്ട് ഐ ഫൗണ്ട് വെരി പോസിറ്റീവ് ഇസ് ഗവൺമെന്റ് സ്റ്റുഡ് വിത്ത് മീ ഫോർ ലാസ്റ്റ് 12 years. ഈ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും അവർ ഒരു വിലയും കൊടുത്തിട്ടുമില്ല. ആൻഡ് ദേ ട്രസ്റ്റ് മീ വെരി വെൽ. അത് പ്രോബ്ലി മൈ ഇന്റൻഷൻസ് ആർ വെരി ക്ലിയർ ടു ദം. അതുകൊണ്ട് ഇതൊന്നും വില പോയില്ല ഈ ആൾക്കാരുടെ ആരോപണം. ഈവൻ മൈ കൊളീഗ്സ് ഓൾസോ സ്റ്റാർട്ട് റൈറ്റിംഗ് ബാഡ് അബൌട്ട് മീ, ബട്ട് ദാറ്റ് ഓൾസോ ഡിഡ്ന്റ് വർക്ക്. അത് നമ്മുടെ സത്യസന്ധതയുടെ കാര്യം. ഫാമിലി ടൈം, I lost a lot of years actually, years of my family time. അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. And I still regret my kids are not coming to my profession because of my hectic work, and I was not a motivator for them to take up this profession. അതെനിക്കൊരു സങ്കടമുണ്ട് ആക്ച്വലി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മോനോ ആരെങ്കിലും ഒരാൾ should take up my profession and do some good work like. But they're fed up with my work, and they lost my good time with me and all. Probably അതായിരിക്കും എന്നെ അവരെ എന്നിൽ നിന്ന് അകറ്റിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. Because I have not given time to them. അതെനിക്ക് തിരിച്ചു നോക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. But I think on one end, though there have been some hassles here, to a larger community, I think you are doing a great service. Yeah. Have you any time felt you want to stop this? Yes. ഒരു കഴിഞ്ഞ ലാസ്റ്റ് 1 year ആയിട്ട് I was actually, because the program is stuck. That is for last 5 years, in spite of all my efforts, disease donation is not happening. അത് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണ്. But government is supporting me in all ways, putting government orders on restricting the commercial transaction, unrelated donations, curbing, and all are they doing. But അതിന് റിസൾട്ട് ഉണ്ടാകാത്തതുകൊണ്ടും, and my manpower is very limited, 4 or 5 people in my office. Okay. And looking after the entire state, and lot of responsibilities are there. Actually, my chairman is health minister. I am reporting to health minister and secretary health. So that responsibility is very high, and nothing is happening in the counts. For that I am happy. But recently I got an award from Transparent Society of the World for Emerging Economy Nation Award and all. Okay. That and all gives some appreciation, but overall some frustration is there Right. because things are not happening. But 50% I don't want to stop, because I need to take this further, right? And I think there is nobody who would rather do what I did. അതിന്റെ ഓവർ കോൺഫിഡൻസ് എനിക്കറിയത്തില്ല. Right. But I don't know whether ഈ ഒരു പാഷനോട് കൂടി
somebody in my post will take at least എനിക്കൊരു സിസ്റ്റം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് ഇഫ് ഐ സ്റ്റെപ്പ് ഡൗൺ പ്രോബ്ലി കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നുന്നു. ഐ ഡോണ്ട് നോ. ബട്ട് മൈ കിഡ്സ് ആൻഡ് മൈ വൈഫ് ഇസ് സേയിങ് enough is enough, you need to stop. No, ഇപ്പൊ ഇത്രയും നേരം സാറുടെ ഞാൻ കേട്ടിട്ട് ഐ തിങ്ക് ഐ ഹാവ് ബിക്കം എ ബിഗ് എന്താ പറയാ ഹീറോ വർഷിപ്പ് പോലെയാണ്. ഐ മീൻ ഐ തിങ്ക് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് വർക്ക്, ബട്ട് ഐ തിങ്ക് ഇഫ് യു നീഡ് ടു അച്ചീവ് സംതിങ് ദർ ഇസ് സം ലോസ് ഓൾവേസ്. ബട്ട് ഐ തിങ്ക് അറ്റ് ദി ഏർലിയസ്റ്റ് സാർ ഒരു നല്ലൊരു ടീം ബിൽഡ് ചെയ്താൽ ഐ തിങ്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങള് ശരിയാവും. I'll try my best. So please continue your good work. I mean, I think because I think ഈ ഒരു ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഹാസ് ടു മൂവ് ഓൺ, ഹാസ് ടു കണ്ടിന്യൂ. അതല്ലാതെ ഐ തിങ്ക് ഇറ്റ് ഷുഡ് നോട്ട് ഡൈ ഓഫ്. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് only through disease donor transplant, അതായത് മസ്തിഷ്ക അഭിധാനത്തിലൂടെ മാത്രമേ സാധാരണക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് കിട്ടുള്ളൂ. അതർവൈസ് they are not getting transplant. അതാണ് എൻ്റെ ഡ്രൈവ് ആക്ച്വലി. when I see people who are on the deathbed coming to me after 10 years, 15 years, smiling and hugging me, giving me photographs of their kids and all. That is still very gratifying. Actually, where oru recognition kittilengilum people can, being a nephrologist, adinte oru veliyora advantage aanu, because I take care of them after transplant also. Not coordinating this program, I take care of them as a nephrologist. So follow up nu varumbo 10 years, 15 years down the line, it's very happy actually. ഒരു 10 വയസ്സായ ആൾ 24 വയസ്സായി, കംപ്ലീറ്റഡ് സ്റ്റഡീസ്, ജോബ് കിട്ടി, ദാറ്റ് ആൻഡ് ഓൾ ഈസ് വെരി ഗ്രാറ്റിഫൈങ്. അതർവൈസ് ദേ വുഡ് നോട്ട് ഹാവ് ബീൻ ദേർ. മരിച്ചേനെ, എപ്പോഴേ മരിച്ചേനെ. അതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ദാറ്റ് കീപ്സ് മീ ഡ്രൈവിംഗ്, ഈവൻ ദോ ഇൻ സ്പൈറ്റ് ഓഫ് മൈ what you call domestic pressure of coming out of this program. This is driving me. So for many of the people, you are God. I don't say that, but I facilitated something for at least few people to live more years, or to families to have their loved ones to with them. കുറച്ച് നാൾക്കും കൂടെ അവരുടെ അച്ഛനെ അല്ലെങ്കിൽ അവരുടെ മകനെ കുറച്ച് നാളും കൂടെ അവരുടെ കൂടെ ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. സങ്കടം മറ്റവർക്ക്, അതായത് നഷ്ടപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോഴും വിഷമം. നഷ്ടപ്പെട്ടവർക്കും കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അത് ഐ ട്രൈ എന്തെങ്കിലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വഴി എന്തെങ്കിലും. ഈ ഇടയ്ക്ക് ഞാനൊരു ഗൾഫിലൊരു ഏജൻസിയുമായിട്ട് സംസാരിച്ച് അവർ കുറച്ച് കാശ്, കുറച്ചൊരു ആൾക്ക് ഒരു സപ്പോർട്ട്, ഒരു സ്മോൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് ലേഡീസ് ഡൂയിങ് സം സെറോക്സ് വർക്ക് ആൻഡ് ഗെറ്റിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ എന്തെങ്കിലും വലിയൊരു സംഭവമല്ല. ഒരു ചെറിയ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം, ഒരു കൈത്താങ്, അത്ര മതി. നമ്മൾ വേറെ ഒന്നും വലിയൊരു അംഗീകാരം അവാർഡ് കൊടുത്ത് സ്റ്റേജിൽ പൊന്നാട കൊടുക്കണമെന്ന് വേണ്ട. ഒരു ചെറിയ കൈത്താങ്, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവർക്ക് ഡെയിലി അന്നത്തിനുള്ള എന്തെങ്കിലും ഒരു മാർഗം, സസ്റ്റൈനബിൾ ഇൻകം, സംതിങ് ദാറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. Very enterprising session, I would say. A lot to learn. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫ്യൂ പോയിന്റേഴ്സ് ഓൺ ഓർഗൻ ഡൊണേഷൻ സാറുടെ അഭിപ്രായത്തിൽ. ഞാൻ അവസാനിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സും നന്ദി പറയണം. എൻ്റെ വൈഫും എൻ്റെ കുട്ടികളും അവരുടെ സാക്രിഫൈസ് ഫോർ മീ ഫോർ മെനി ഇയേഴ്സ്. ആൻഡ് ദാറ്റ്സ് നോട്ട് എൻഡിങ് ഓൾസോ. അതുകൊണ്ട് അവസാനിക്കാത്ത, അവർക്ക് തന്നെ അറിയത്തില്ല ഞാൻ എപ്പോൾ നിർത്തുമെന്ന്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിക്വസ്റ്റ് എൻ്റെ കൊളീഗ് ഡോക്ടേഴ്സിനാണ്, ഹൂ ഇസ് ടേക്കിംഗ് കെയർ ഓഫ് ICU പേഷ്യൻസ്. ICUയിൽ നിങ്ങളൊരു മസ്തിഷ്ക മരണ പേഷ്യൻറ്റിനെ സസ്പെക്ട് ചെയ്താൽ, അല്ലെങ്കിൽ സംശയിച്ചാൽ, ടെസ്റ്റ് ദം പ്രോപ്പർലി, ഐഡൻറ്റിഫൈ വെദർ ബ്രെയിൻ ഡെഡ് ആണോ അല്ലയോ. ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ ബന്ധുക്കളുടെ സംസാരിച്ച് ബ്രെയിനിൻ്റെ സർട്ടിഫിക്കേഷനിലോട്ട് കിടക്കണം. സർട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഡോക്ടർമാർ വേണം, അതിൽ പ്രത്യേക പാനലുണ്ട്. ആ പാനൽ വെച്ച് സർട്ടിഫൈ ചെയ്ത് 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു സർട്ടിഫൈ ചെയ്ത ശേഷം ബന്ധുക്കളുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. നിങ്ങളുടെ രോഗി മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞ് ഈസ് ഡെഡ്, ഈസ് നോ മോർ. ആ കമ്മ്യൂണിക്കേഷൻ നടക്കണം. ആൻഡ് ഈസ് നോ മോർ. ആൻഡ് ഇഫ് യു വാണ്ട് എ കൗൺസിലർ, ആരെങ്കിലും ഒരു സഹായിക്കാനുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് കൂടെ നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന് ശേഷം ഉള്ള ഓപ്ഷൻ നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു, വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യുന്നു, ബോഡി വിൽ ബി ഹാൻഡഡ് ഓവർ ടു യു. അതർവൈസ് ഇഫ് യു ആർ വില്ലിങ് ഫോർ ഡൊണേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മരിച്ച ബന്ധു ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ആഗ്രഹത്തിന് സമ്മതം നൽകുകയാണെങ്കിൽ
we can go for donation. That probably will give around 5 to 6 lives or 5 to 6 lives or 5 to 6 family hope. Right. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ICU ഡോക്ടർ ഇനിഷ്യേറ്റ് ചെയ്താൽ തന്നെ കേരളത്തിൽ ഓർഗൻ ഡൊണേഷൻ സിനാറിയോ അങ്ങ് മാറും. ആൻഡ് എൻ്റെ ഒരു റിക്വസ്റ്റ്, എല്ലാ ICU ഡോക്ടറും ബ്രെയിൻ സ്റ്റെം ഡെത്ത് പ്രോട്ടോകോൾസും എങ്ങനെ സർട്ടിഫൈ ചെയ്യണം, വാട്ട് ആർ ദ ലീഗൽ റിക്വയർമെന്റ്സ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. kesoto.kerala.gov.in. വെബ്സൈറ്റിൽ എല്ലാ ഗവൺമെന്റ് ഓർഡേഴ്സ്, THO ആക്ട്, THO റൂൾസ്, വാട്ട് ആർ ദ ലീഗൽ റിക്വയർമെന്റ്സ്, വാട്ട് ഇസ് ദ പ്രോട്ടോകോൾ, ഹൗ ടു മെയിൻറ്റെയിൻ എ ഡോണർ വെൻ ബ്രെയിൻ ഡെഡ് ഡോണർ ഓർഗൻ റിട്രീവൽ വരെ ഇതെല്ലാം പ്രോസസ്സുണ്ട്. ആൻഡ് ഇഫ് യു ക്യാൻ, നിങ്ങളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പിലായിട്ട് IMA ലോക്കൽ ബോഡീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഫോറത്തിന് ചെറിയ ഗ്രൂപ്പായിട്ട് CMEs വർക്ക്ഷോപ്സും എല്ലാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ they can contact me. Kesotoയുടെ വെബ്സൈറ്റിൽ there is a phone number and also there is what you call email ID of ED, that is Executive Director Kesoto. You can write to me. ചെറിയ ഗ്രൂപ്പിനോ ചെറിയ scientific societies like Critical Care Medicine, Neuro Society, Anesthesia Society, if anyone want to conduct a workshop on how to determine brainstem death, what are the legal requirements for brainstem death, I am here to help you. We need organ donors. There is a huge demand for organs because of കേരളത്തിലെ NCD burden നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ലോട്ട് ഓഫ് ഇൽനെസ്സസ് ആർ ദർ വിച്ച് കോസിങ് പെർമനന്റ് ഓർഗൻ ഡാമേജ്, ഇറിവേഴ്സിബിൾ ഡാമേജ്. അതിന് ഓർഗൻസ് കൂടിയേ തരുള്ളൂ. ആൻഡ് ബൈ ഓൾ മീൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അൺറിലേറ്റഡ് ഡൊണേഷൻ വിത്ത് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി ഡിസ്കറേജ്. അത് ആശുപത്രി മാനേജ്മെന്റും it should be very emotional in this. We shouldn't what you call exploit a vulnerable, socially vulnerable, gender wise vulnerable. ആ vulnerable ആളെ ഒരു ഓർഗൻ ഡോണറായി കാണാൻ പാടില്ല, അവയവദാതാവായി കാണാൻ പാടില്ല. അങ്ങനെ ഒരാള് അവയവദാനത്തിന് നിങ്ങളുടെ ആശുപത്രിയിൽ വരികയാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തണം. their organs are not for sale or not for trade. ആ കമ്മ്യൂണിക്കേഷനും ഓൾസോ യു ഹാവ് ടു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ആശുപത്രിയിലും ഇവൻ ക്യാൻ പുട്ട് എ ബോർഡ് ഓൺ ദാറ്റ്. ഓർഗൻ ട്രേഡ് ഈസ് പണിഷബിൾ ഒഫൻസ് ആൻഡ് ഓർഗൻ ഷുഡ് നോട്ട്. ആൻഡ് ബ്രെയിൻ സ്റ്റെം ഡെത്ത്, there is an donation opportunity in brain dead, and even you can pledge. There is an OTP enabled, Aadhaar based pledging system available. Encourage all your friends and colleagues to pledge the organ. So we all take it as a society. കാരണം നമ്മുടെ കുടുംബത്തിലെ ആൾക്ക് ഒരു എൻ സ്റ്റേജ് ഓർഗൻ ഫെയിലിയർ വന്നാലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ആൻഡ് വെൻ യു റൈറ്റ് എ പ്ലെഡ്ജ്, നമ്മളൊരു ദാതാവാകുന്നതിനേക്കാളും നമ്മുടെ കുടുംബത്തിൽ ഒരു സ്വീകർത്താവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതും കൂടെ നമ്മൾ മനസ്സിലുണ്ടാക്കണം. വെൻ യു റൈറ്റ് എ പ്ലെഡ്ജ്, നിങ്ങൾ ദാതാവാകുന്ന ചാൻസസ് വെരി 1 in 1,000,000 ആയിരിക്കും. ബട്ട് വൺ ഓഫ് യുവർ ഫാമിലി മെമ്പർ റിക്വയറിങ് എൻ ഓർഗൻ ഇസ് വെരി ഹൈ. ഫാമിലി മെമ്പർ അല്ലെങ്കിൽ സുഹൃത്തോ ഒരു ഓർഗൻ ദാതാ. കാരണം ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ പീപ്പിൾ ഹാവ് അണ്ടർഗോൺ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. 200 പേരുടെ MBBS ബാച്ചിൽ. എൻ്റെ വൈഫിന്റെ ബാച്ച് 150 പേര്, 2 പേര് കിഡ്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. സോ ഇൻ ദിസ് സ്മോൾ ഗ്രൂപ്പ് ദർ ആർ റിക്വയർമെന്റ്. അപ്പൊ ഇതുപോലെയാണ് സമൂഹത്തില്. അപ്പൊ കുറെ പേരെങ്കിലും അവയവം കിട്ടാതെ മരിക്കുന്നുണ്ടാവും. അപ്പൊ അതും നമുക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട സമൂഹ നിലയിൽ അതുണ്ടാകാൻ പാടില്ല. ഒരാളും അകാരണമായി അല്ലെങ്കിൽ പ്രിമച്വറായിട്ട് മരിക്കാൻ പാടില്ല. സോ വി നീഡ് ടു ആസ് എ പ്രൊഫഷണൽ നമ്മുടെ ഉത്തരവാദിത്വം തന്നെ ടു മേക്ക് ദം ലിവ് ലോങ്ങർ, live them better, live them happier. So with that, I think I have conveyed my message. Yeah, so thank you, sir. Thank you very much for, I mean, you're a very busy person. You're a very important person for the government and you've spent time for us. And I wish you, Kesoto team and the Kerala government, wishing you all the best. And I hope our society improves, learns, and we have more people living with organ donation. So thank you so much. Thank you. Okay.